നമസ്കാരം, ശാലിനിയാണ്. ഇന്നത്തെ ഗസ്റ്റിനെ കുറിച്ച് ഒരു കഥ ചൊല്ലട്ടുമാ. പണ്ട് ഗുരുവായൂര് ഒരു അച്ഛനും മകനും താമസിച്ചിരുന്നു. അച്ഛൻ ഒരു പോലീസുകാരനാണ്. സാധാരണ പേരൻസിന് അവരെന്താണോ തൊഴിലായിട്ട് ചെയ്യണത് അത് തന്നെ മക്കൾ ചെയ്യണം എന്നല്ലേ ആഗ്രഹം. പക്ഷെ ഈ അച്ഛന് മകൻ ഒരു എഞ്ചിനീയർ ആവണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷെ മകൻ വഴി തെറ്റിയ വഴി നല്ല വഴിയായതുകൊണ്ട് ഇന്ന് ക്ലബ് FM സ്റ്റാർ ജാമിൽ എന്റെ ഗസ്റ്റ് ആയിട്ട് തൊട്ട് മുന്നിലിരിക്കേണ്ട ഗായകനായിട്ട് നമ്പലാട്ട് നാരായണൻ കുട്ടി മേനൻ ഞാൻ വിളിച്ചാൽ ഹാജർ വെക്കോ? ഇല്ല, സ്ട്രിക്ട്ലി നോ. പിന്നെ എന്ത് വിളിച്ചാലാണ് ഹാജർ വെക്ക? ഉണ്ണിമേനൻ. എന്നതാ സംഗീതം ആസ്വദിക്കുന്നവർ കൂടി അറിയുന്ന ആ പേരിൽ സ്വാഗതം ചെയ്യുന്നു ഉണ്ണിമേനൻ സർ. വെൽക്കം ടു സ്റ്റാർ ജാം. താങ്ക് യു സോ മച്ച് ശാലിനി. ശബ്ദം കേട്ടിട്ടുണ്ട് ശാലിനിയുടെ പലപ്പോഴും കാറിലൊക്കെ പോകുന്ന സമയത്ത്. പക്ഷെ നേരിൽ കാണുന്ന ആദ്യമായിട്ടാണ്. വളരെ ലൈവ്ലി ആയിട്ടുള്ള ഒരു ശബ്ദമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു വോയിസിനോട് നേരിട്ട് ഇന്ററാക്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. എന്നെ കുറിച്ച് വേറെ എന്തൊക്കെയോ കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ആൾക്കാരെ അതിപ്പോ പറയുന്നില്ല, കഴിഞ്ഞിട്ട് പറയുന്നല്ലേ ലാസ്റ്റ്. ഈ പേര് ഓർക്കാറുണ്ടോ? ഇപ്പൊ നമ്പലാട്ട് നാരായണൻകുട്ടി മേനൻ. നമ്പലാട്ട് ഓർക്കാറുണ്ട്, നാരായണൻകുട്ടി എന്നുള്ള പേര് ഓർക്കാറില്ല. കാരണം അത് എനിക്കൊന്നും നേടി തന്നിട്ടില്ല. ഉണ്ണിമേനൻ എന്ന് പറഞ്ഞ പേരാണ് നേടി തന്നത്. ഞാൻ ഇങ്ങോട്ട് ഇറങ്ങുന്നതിന് മുന്നേട്ടോ, ഇന്റർവ്യൂവിന് ഇറങ്ങുന്നതിന് മുൻപ് ഉണ്ണിമേനൻ സോങ്സ് എന്ന് പറഞ്ഞിട്ട് ചുമ്മാ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോ വന്നത് മുഴുവൻ മെലഡി പാട്ടുകളുടെ ഒരു മഹാമേളം തന്നെയായിരുന്നു. തമിഴും മലയാളവും ഒക്കെ ചേർന്നിട്ട്. എനിക്ക് ഇഷ്ടമാണ് മെലഡീസ്. ആണ് നമ്മൾ ഏതൊരു മ്യൂസിഷ്യനോട് ചോദിച്ചാലും ഒരു 90% മ്യൂസിഷ്യൻസും ഇഷ്ടപ്പെടുക മെലഡീസ് പാടാനാണ്. കാരണം അതിലാണ് നമുക്കൊരു സസ്റ്റൈനബിലിറ്റി ഉള്ളത്. ഏതൊരു പാട്ട് എടുത്തു കഴിഞ്ഞാലും എന്തുകൊണ്ട് അത് കുറെ കാലം നിന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ മെലഡി ഫാക്ടർ ആയിരിക്കും. അപ്പൊ നാച്ചുറലി ഏതൊരു സിംഗറും വളരെ ഇഷ്ടപ്പെട്ട് പാടുന്നത് നല്ല മെലഡീസ് തന്നെയായിരിക്കും. ഞാനും അങ്ങനെ തന്നെ. യെസ്. ഈ മെലഡിയൊക്കെ ഇഷ്ടപ്പെട്ട ആൾ എന്താ ആദ്യം ഒന്നും പാട്ട് പഠിക്കാറുണ്ട്? നമുക്കൊരു സ്റ്റേജിൽ നമ്മുടെ ലൈഫിൽ ഒരു വ്യക്തത ഉണ്ടാവില്ല, ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല. എന്താവണം എന്നതിനെ കുറിച്ച് ഒരു വ്യക്തത ഉണ്ടാവില്ല. അത് പലർക്കും സംഭവിച്ചിട്ടുണ്ടാവും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സ്കൂൾ കോളേജസിലൊക്കെ പാടിയിരുന്നു എങ്കിലും കൂടിയിട്ട് അതൊരു സീരിയസ്നെസ് കൊടുത്തിട്ടില്ല അന്നത്തെ കാലത്ത്. പാടിയിരുന്നു, പ്രൈസസ് വാങ്ങിയിരുന്നു. പക്ഷേ ഐ നെവർ വാണ്ടഡ് ടു ടേക്ക് അപ്പ് മ്യൂസിക് ആസ് എ കരിയർ. പഠിപ്പ് കഴിഞ്ഞിട്ട് സെൻട്രൽ ഗവൺമെന്റ് ജോലിയിൽ പ്രവേശിച്ചു മദ്രാസിൽ. ഹെവി വെഹിക്കിൾസ് ഫാക്ടറി എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് ആവടിയിൽ. പാറ്റൻ ടാങ്ക്സ് ആണ് അവിടെ ഉണ്ടാക്കുന്നത്. നമ്മുടെ പിഷാരടി പറയും പീരങ്കി ഉണ്ടാക്കണ കമ്പനി. ഉണ്ണിമേനൻ പീരങ്കി ഉണ്ടാക്കണ. ഈ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഇതൊക്കെ കാണുന്നത് നമ്മളെ. അപ്പൊ നമുക്കത് താങ്ങാൻ പറ്റില്ല, ഈ പാറ്റൻ ടാക്സ് ഒക്കെ ഈ നിർമ്മല മനസ്സിന് താങ്ങാൻ പറ്റില്ല. അതെ. അപ്പൊ ഇതൊന്നും എങ്ങനെ രക്ഷപ്പെടും എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് പാട്ടിനോട് കൂടുതൽ അടുക്കുന്നത്. ഫാക്ടറിയിൽ നിന്ന് ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എത്ര ദൂരം അറിയാം, 3-4 ബസ്സുകൾ കയറിയിട്ട് ഞാൻ റെക്കോർഡിങ്സ് കാണാൻ പോകും. റെക്കോർഡിങ്സ് കാണാൻ പോയി അതിനോടൊരു ഭയങ്കര ഇഷ്ടം ഡെവലപ്പ് ചെയ്തു. വലിയ സിംഗേഴ്സ് വന്ന് ഇറങ്ങുന്നു, അവർ പാട്ട് പഠിക്കുന്നു, മ്യൂസിഷ്യൻസിനോട് പ്രാക്ടീസ് ചെയ്യുന്നു, പാടുന്നു. റെക്കോർഡ് ചെയ്ത് ഇങ്ങനെ കേൾക്കുമ്പോഴത്തെ ഒരു സുഖം ഉണ്ടല്ലോ. അങ്ങനെയാണ് ഞാൻ ആ ഫാക്ടറിയിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടി ഇവിടെ വന്ന് ജോയിൻ ചെയ്തത്. അല്ല, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഓൾറെഡി പാട്ട് മത്സരത്തിനൊക്കെ പോയിരുന്നതല്ലേ? അതെ. അപ്പൊ അന്ന് ആരും ഉപദേശിച്ചിട്ടുണ്ടാവില്ല? അന്ന് മ്യൂസിക്കിന് ഇത്ര സ്കോപ്പ് ഉണ്ടെന്ന് ആരും വിചാരിച്ചല്ലോ. എന്റെ അച്ഛനോ അമ്മയോ ഇതൊരു പ്രൊഫഷനായി എടുക്കാൻ പറ്റും എന്നൊന്നും ആരും ചിന്തിക്കുന്നല്ലോ. അന്ന് 2 പ്രൊഫഷനേ ഉള്ളൂ, ഒന്ന് ഡോക്ടർ, ഒന്ന് എഞ്ചിനീയർ. എന്റെ അച്ഛൻ ഈ വാണ്ടഡ് മീ ടു ബിക്കം എൻ എഞ്ചിനീയർ. എനിക്ക് അതിനോട് വാസ്തവത്തിൽ പഠിപ്പിൽ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ബുക്ക് തുറന്നു കഴിഞ്ഞാൽ അപ്പ തലയിട്ടാ തുടങ്ങും. പഠിക്കാൻ മോശമായിരുന്നോ? വളരെ മോശമായിരുന്നു. കണ്ട ഒരു ബുദ്ധിജീവിയിൽ കൊണ്ടുവന്ന കാര്യങ്ങൾ പറഞ്ഞോ? ഇല്ലല്ല, ബുദ്ധിജീവി അല്ല, ഒട്ടുമല്ല. പിന്നെ എന്താ ഫിസിക്സ് എടുത്തത്? ഫിസിക്സ് ടഫ് ആയിരുന്നില്ലേ? ഏതാ എടുക്കേണ്ടതെന്ന് ഒരു വിവേചനം ഉണ്ടായിരുന്നില്ല അന്ന്. ഏതോ ഒന്ന് എടുത്തിട്ട് രക്ഷപ്പെടുമെന്ന് വിചാരിച്ചു, പക്ഷെ ഒന്നുകൊണ്ടും രക്ഷപ്പെട്ടില്ല. എന്തെങ്കിലും എടുത്ത് എവിടെയെങ്കിലും അങ്ങനെ തുഴഞ്ഞാണ് അവസാനം ഒരു പാട്ടുകാരൻ, ഒരു ഗായകൻ എന്നുള്ള നിലയിൽ എത്തിയത്. സ്വന്തം പാട്ടുകൾ ഇഷ്ടമുള്ള ഒരു പാട്ട് പറയുക, അത് വെച്ച് നമുക്ക് തുടങ്ങാം സ്റ്റാർ ജാം. കാര്യം കാണാൻ വേണ്ടി കൈക്കൂലി കൊടുത്ത ശീലമുള്ള ഒരു പാട്ടുകാരനാണ് എന്റെ കൂടെ ഇന്ന് സ്റ്റാർ ജാമിൽ എന്ന് പറഞ്ഞാൽ ശരിയോ തെറ്റോ? കൊടുത്തത് ആർക്കാന്ന് പറയാം, എന്നിട്ട് ശരിയോ തെറ്റോ പറഞ്ഞാൽ മതി കേട്ടോ. ഒരു വാച്ച്മാൻ. ഇനി ആളുടെ പേര് കൂടി പറഞ്ഞോളൂ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഉണ്ണിമേനൻ. കൂടെ ഞാനും ശാലിനി. വാച്ച്മാന് കൈക്കൂലി കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. അല്ല, അന്നത്തെ കാലത്ത് ഞാൻ ഇപ്പൊ സംസാരിക്കുന്ന 81-നെ കുറിച്ചാണ്. ഇന്നിപ്പോ നമുക്ക് 2019 ആയി. അന്നത്തെ കാലത്ത് റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അതിന്റെ ഉള്ളിലേക്ക് എങ്ങനെ കയറുക, അതിന്റെ ഉള്ളിലേക്ക് പോയിട്ട് റെക്കോർഡിങ്സ് ഒക്കെ കാണാന്ന് പറഞ്ഞു. അപ്പൊ ഒരൊറ്റ വഴി നമുക്ക് വാച്ച്മാനെ ബ്രൈബ് ചെയ്യാന്നുള്ളതാണ്. ചെന്നൈയിലാണത്. ജോലിയിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടി എനിക്കൊരു റിലീഫ് തന്നത് ഈ സ്റ്റുഡിയോസ് ആണ്. ഓരോ സ്റ്റുഡിയോസും AVM സ്റ്റുഡിയോ, പ്രസാദ് സ്റ്റുഡിയോ, ഭരണി സ്റ്റുഡിയോ, ഓരോ സ്റ്റുഡിയോയിലും വാച്ച്മാനായിട്ട് നല്ല ബന്ധം സ്ഥാപിച്ചത് ബ്രൈബ് ചെയ്തിട്ടാണ്. അന്നത്തെ കാലത്ത് ബ്രൈബിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 രൂപയും 2 രൂപയാണ് കേട്ടോ. അത് വലിയ സംഭവം. ആ 1 രൂപ എവിടുന്ന് കിട്ടും എനിക്ക്? അപ്പൊ ഇവർക്ക് കാശ് കൊടുക്കും, 1 രൂപ കൊടുക്കും, എന്നിട്ട് അകത്ത് പോയി കാണും, റെക്കോർഡിംഗ് പോയി ഫുൾ ഡേ അതിന്റെ ഉള്ളിലിരിക്കും. അങ്ങനെ ഒരുപാട് മ്യൂസിഷ്യൻസ് ആയിട്ട് ബന്ധം സ്ഥാപിച്ചു. ബന്ധം സ്ഥാപിക്കാനായിട്ട് ചെയ്തതല്ല, പക്ഷെ അവിടെ പോയ സമയത്ത് മ്യൂസിഷ്യൻസിനെയൊക്കെ പരിചയപ്പെട്ടു. അതിലെ കുഞ്ഞുണ്ണി എന്ന് പറഞ്ഞൊരു വയലിനിസ്റ്റ് ഉണ്ടായിരുന്നു. ദാസേട്ടന്റെ സെക്രട്ടറിയും കൂടിയായിരുന്നു അന്നത്തെ കാലത്ത് പുള്ളി. അങ്ങനെ പുള്ളിയായിട്ടുള്ള ബന്ധമാണ് എനിക്ക് ഒരുപാട് ഗുണങ്ങൾ എനിക്ക് ചെയ്തത്. പുള്ളി ഞാൻ അറിയാതെ തന്നെ പുള്ളി എന്നെ പലർക്കും സജസ്റ്റ് ചെയ്തു. ഒരു ലൈഫിലൊരു ടേണിംഗ് പോയിന്റ് ആയി.
ആയി മാറിയായിരിക്കും. ഞാൻ കേട്ടിട്ടുണ്ട് ഡയറക്ടർ ചിദംബരം അദ്ദേഹത്തിന് B.A. ചിദംബരനാഥ്. B.A. ചിദംബരനാഥിനെ പരിചയപ്പെടുത്തി കൊടുത്തൊക്കെ മൂപ്പര്. അങ്ങനെയാണോ അപ്പൊ മ്യൂസിക് കരിയർ തുടങ്ങിയത്? യെസ്. അപ്പോ ഞാൻ പാട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് പോകുന്നു. അദ്ദേഹം ചെയ്ത പാട്ടുകളാണ് നമ്മുടെ മലയാളത്തില് വലിയ വലിയ സൂപ്പർ ഹിറ്റ്സ്. കായംകുളം കൊച്ചുണ്ണി അദ്ദേഹം ചെയ്തതാണ് പണ്ടത്തെ. പിന്നെ ദാസേട്ടൻ പാടി അഭിനയിച്ച പാട്ടില്ലേ, നല്ല സുറുമ നല്ല സുറുമ, ആകെ പുള്ളി ചെയ്താണ്. കരയുന്നോ പുഴച്ചിരിക്കുന്നോ ഒക്കെ വലിയ മ്യൂസിക് ഡയറക്ടർ ആയിരുന്നു. മാത്രമല്ല കർണാട്ടിക് മ്യൂസിക്കിന്റെ ഒരു അധിപനായിരുന്നു അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് എന്നെ കൊണ്ടാക്കുന്നത് ഈ കുഞ്ഞുണ്ണി എന്ന് പറഞ്ഞ വയലിനിസ്റ്റ് ആണ്. അങ്ങനെ അവിടെ പഠിക്കാൻ തുടങ്ങിയ സമയത്താണ് അദ്ദേഹത്തിന്റെ ഒരു സിനിമ, ഒരു തമിഴ് സിനിമ മ്യൂസിക് ഡയറക്ഷൻ വരുന്നത്. എന്നാ നീ പാട്, നാളെ റെക്കോർഡ് ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കൊന്നും അറിയില്ല, ഞാൻ അങ്ങനെ പാടാനാ, ഞാൻ വെറുതെ റെക്കോർഡിങ്സ് ഒക്കെ കാണാമെന്നാണ്, പലതും പഠിക്കാന്ന് വിളിച്ചിട്ട്. അല്ലല്ല, നാളെ നമുക്ക് പാടാം എന്തായാലും എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് റെക്കോർഡിങ്ങിന്റെ അന്ന് ആ പാട്ട് പഠിപ്പിക്കുന്നു, പാടുന്നു. അത് അവിടെ ഒരു വലിയ ടോക്കാവുന്നു. ആ റെക്കോർഡ് ചെയ്ത് കേട്ടപ്പോ എനിക്ക് തോന്നി ഇത് കേൾക്കാൻ കൊള്ളാവുന്ന ഒരു ശബ്ദമാണ്, ആരും മോശം പറയില്ല എന്നുള്ളൊരു തോന്നലുണ്ട്. ഒരു സ്വയം വിശകലനം. അതെ. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു പ്രൊഫഷൻ എടുക്കണോ എന്നുള്ളൊരു ചിന്ത വന്നത്. അതുവരെ ഉണ്ടായിട്ടില്ല സത്യം, ഓണസ്റ്റ്ലി. പക്ഷെ അതിനുശേഷം അതൊരു ടോക്കായി അവിടെ. പിന്നെ എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സും വിളിക്കാൻ തുടങ്ങി. ഇല്ല, ആ പാട്ട് പുറത്തേക്കേ വന്നില്ല. അത് റെക്കോർഡ് ചെയ്തു. അവിടെ കേട്ട സമയത്ത് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പക്ഷെ മറ്റുള്ള മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ ഇൻചാർജസ് ഉണ്ട്. ഇൻചാർജസ് ആണ് ഓരോരുത്തരെ ഇൻഫോം ചെയ്യുന്നത്. അങ്ങനെ അവര് ഇൻഫോം ചെയ്തിട്ട് ശ്യാം സാർ അറിഞ്ഞു. അതേ ഇൻചാർജ് ഇളയരാജ സാറിനോട് പറഞ്ഞു. അങ്ങനെ എനിക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് ഓരോ റെക്കോർഡിങ്സ് വരുന്ന. ആ പാട്ടാണോ അമുദും തേനും? That never came out. അപ്പൊ അന്നൊക്കെ ട്രാക്സ് ആണോ കൂടുതലും പാടിയിട്ടുള്ളത്? കംപ്ലീറ്റ് ട്രാക്സ് പാടിയിരുന്നത്. പക്ഷെ അന്ന് പാടിയ ഒരു സിനിമയിൽ ഞാൻ 3 ട്രാക്ക് പാടിയിരുന്നു. 3 സോങ് ദാസേട്ടിന് വേണ്ടിയിട്ട്. ഓളങ്ങൾ താളം തല്ലുമ്പോൾ, പുന്നാരെ പൂന്തിങ്ങളെ, വെണ്ണിലാച്ചോലെ, 3 പാട്ടും ഒരു ദിവസം ലൈവായിട്ട് റെക്കോർഡ് ചെയ്ത പാട്ട്. ആ പാട്ട് റെക്കോർഡിംഗ് കഴിഞ്ഞപ്പോൾ AVMC എന്ന തിയേറ്ററിലായിരുന്നു അത് PG വിശ്വംഭരൻ എന്ന ഡയറക്ടർ ആയിരുന്നു. അദ്ദേഹം വളരെ ബോൾഡായിട്ട് ആ പാട്ടുകൾ, ഇത് നമുക്ക് ഈ വോയിസിന്റെ മതി, ഇത് റിട്ടൈൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ശ്യാം സാർ അത് സപ്പോർട്ട് ചെയ്തു. അതാണ് എന്റെ തുടക്കം. നമ്മളും തുടങ്ങിയിട്ടേ ഉള്ളൂ ഉണ്ണിമേനൻ സാറിന്റെ കഥകളായിട്ട്. കൂടെ ഞാനും ശാലിനി ഇവിടെ മാത്രം ടൺ കണക്കിന് ഫൺ. നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം ഉണ്ണിമേനൻ. പാലക്കാട് വിക്ടോറിയ കോളേജിൽ നിന്ന് ഫിസിക്സിൽ ഡിഗ്രി എടുത്ത ആളല്ലേ? ഫിസിക്സിനെ കുറിച്ച് ഇപ്പോഴും നല്ല ബോധമൊക്കെ ഉണ്ടോ? ഞാനൊരു കാര്യം ചോദിച്ചാൽ ഓർമ്മ ഉണ്ടോന്ന് പറയണം കേട്ടോ. ന്യൂട്ടന്റെ ചെറുതായിട്ടൊക്കെ ഓർമ്മയുണ്ട്. 3 laws of motion. പറയൂ കേക്കട്ടെ. വേണ്ട, എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. ശരി. ടു എവറി ആക്ഷൻ there's an equal and opposite reaction. അറിയാലോ അല്ലെ? ശരി. ഞാൻ ഇനി കുറച്ച് ആൾക്കാരുടെ പേര് പറയും. ഈ ആളുടെ പേര് കേൾക്കുമ്പോ ആദ്യം മനസ്സിൽ വരുന്ന ഒരു റിയാക്ഷൻ, ആദ്യത്തെ റിയാക്ഷൻ പറയാം. ഓക്കെ? ഒപ്പം ആ ആൾക്ക് വേണ്ടി ഒരു പാട്ടും കൂടി പാടണം കേട്ടോ. ആളെ കുറിച്ച് പറയുമ്പോ മനസ്സിൽ വരുന്ന, ഓർമ്മ വരുന്ന പാട്ട്. ആദ്യത്തെ ആള് സശീല ഇസ് മൈ വൈഫ്. ഞങ്ങള് 82 മീറ്റ് ചെയ്തതാണ് ഓർമ്മ വരുന്നത്. ഫസ്റ്റ് സൈറ്റിൽ നമുക്ക് ഇഷ്ടപ്പെടുന്നു, 1 മാസത്തിനുള്ളിൽ പ്രപ്പോസ് ചെയ്യുന്നു. ഇതൊക്കെയാണ് ഓർമ്മ വരുന്നത്. ഓർമ്മ വരുന്ന പാട്ടും കൂടി പറഞ്ഞോളൂ. പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ. രണ്ടാമത്തെ ആള് ആകാശ് ഉണ്ണിമേനൻ ഇസ് മൈ സെക്കൻഡ് സൺ. എന്നെക്കാളും ഒരു പക്ഷേ നല്ല ഡിസിപ്ലിൻഡ് ആണ് ആള്. ജാക്ക് ആൻഡ് ജിൽ എന്ന സന്തോഷ് ശിവൻ ചിത്രത്തിൽ മഞ്ജു വാര്യരുടെ കൂടിയും കാളിദാസിന്റെ കൂടി അഭിനയിച്ചിട്ടുണ്ട്. ഫർദർ മൂവീസിന്റെ ഓഫേഴ്സ് ഉണ്ട്. പക്ഷെ അവൻ പഠിച്ച് എഡ്യൂക്കേഷനിൽ നന്നായി വരണം എന്നായിരുന്നു എന്റെ ഒരു ആഗ്രഹം. അപ്പൊ എന്റെ അച്ഛൻ എന്നെ എന്ത് തീരുമാനിച്ചോ അതെനിക്ക് ചെയ്യാൻ പറ്റില്ല. അതേ മരത്തിന്റെ കർമ്മഫലം എന്ന് പറയും. അതെ, ലണ്ടനിലൊക്കെ വിട്ട് പഠിപ്പിച്ചു അല്ലേ? അതെ, കുറെ പൈസ കളഞ്ഞു. അങ്കുർ ഉണ്ണിമേനൻ ഇസ് മൈ എൽഡർ സൺ. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് കല്യാണം കഴിഞ്ഞത്. ഇപ്പൊ ദുബായിൽ ആർക്കിടെക്ട് ആണ്. നന്നായി വരയ്ക്കും. വെരി നൈസ് ബോയ്. മ്യൂസിക് ഡയറക്ടർ ശ്യാം സാർ ഇല്ലെങ്കിൽ ഞാനില്ല. ശ്യാം സാറിനെ പറ്റി പറയുമ്പോൾ ആദ്യം എനിക്ക് ഓർമ്മ ഒരു ശ്രുതിയിൽ നിന്ന് വരും. ഞാൻ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ട്രാക്ക് പാടിയതാണ്. ശ്രുതിയിൽ നിന്നുയരും നാദശലഭങ്ങളെ. A.R. Rahman. One of the best human beings I have ever met. ഒരു നെഗറ്റീവ് തോട്ട്സും ഇല്ലാത്ത, എപ്പോഴും പോസിറ്റീവ് തോട്ട്സോട് കൂടി വളരെ കാമായി മ്യൂസിക് ചെയ്യുന്ന ഏറ്റവും വലിയൊരു കമ്പോസർ. ഒരു പാട്ട് മലർകളെ. അദ്ദേഹത്തിന്റെ കമ്പോസിഷൻസിലെ എല്ലാം നോക്കിക്കോളൂ. അധികം പാട്ടുകളിലും ആദ്യത്തെ വേർഡ് റിപ്പീറ്റേഷൻ വരും. ഉദയ വെണ്ണിലവേ ഇങ്ങനെ അനവധി പാട്ടുകൾ വരും. രാജ സാർ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം ഇദ്ദേഹം ഒരു സംഭവമാണ് എന്ന്. അത്രയും ഒരു ഓറയുള്ള ഒരു മനുഷ്യനാണ്. ഒരു പാട്ട് ഇളയ നില. അത് മാത്രം മതിയല്ലോ അദ്ദേഹത്തിന്റെ ബ്രില്യൻസിന്. യെസ്, യാതൊരു സംശയമില്ല. ഇത്രയും കാലം കഴിഞ്ഞിട്ടും അതൊരു ക്ലാസിക് ആയിട്ട് നിൽക്കുന്നില്ലേ. യേശുദാസിന്റെ പിന്നെ പറയാനില്ല. പിന്നെ നമുക്ക് എപ്പോഴും ഓൾ ടൈം ഇൻസ്പിറേഷൻ ആണ് ചിന്നക്കുയിൽ ചിത്ര. ചിന്നക്കോയിൽ എന്നാണ് ചിത്രയെ തമിഴ്നാട്ടിലെ പേര്. എല്ലാവരാലും ആക്സെപ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു ഗായികയായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സംഭവമാണത്. സരസ്വതിയുടെയും മൂകാംബിയുടെയൊക്കെ അനുഗ്രഹമുള്ളവർക്ക് മാത്രമേ കിട്ടുള്ളൂ. ഒരു പാട്ട് അറിവിൻ നിലാവേ. സുജാത മൈ ക്ലോസ് ഫ്രണ്ട്. ഒരു പാട്ട് ഞാൻ മ്യൂസിക് ചെയ്തിട്ട് സുജാത പാടിയ പാട്ട്. ഓടലെണ്ണ വിളക്കിൽ
ഓടലെണ്ണ വിളക്കിലാമുഖമാദ്യമായി കണ്ടു ഓർമ്മയിൽ തരാരരാരിരിരാരരീരാ. അത് കേട്ടോ ശാലിനി, യു വിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ഇറ്റ്. തീർച്ചയായിട്ടും. പക്ഷെ ഞാൻ ഒറ്റയ്ക്കല്ല കേൾക്കാൻ പോകുന്നത്, നമ്മൾ എല്ലാവരും കൂടി കേൾക്കാൻ പോകണം. സ്ഥിതി എന്ന് പറഞ്ഞ സിനിമയുടെ പാട്ട് ദേ പിടിച്ചോളൂ. മ്യൂസിക് കമ്പോസ്ഡ് ബൈ ഉണ്ണിമേനൻ ആൻഡ് വോക്കൽസ് ബൈ സുജാത. 37 വർഷത്തെ കഥകളുമായിട്ടാണ് ഇന്ന് ക്ലബ് FM സ്റ്റാർ ജാമിൽ എന്റെ ഗസ്റ്റ് ഇരിക്കുന്നത്, ഗായകൻ ഉണ്ണിമേനൻ. കൂടെ ഞാനും ശാലിനി. ഞാൻ കേട്ടിട്ടുണ്ട് വിജയ് എന്ന് പറഞ്ഞ പേരിൽ കുറെ പാട്ടുകളൊക്കെ പാടി. ഇളയരാജ, അത് പിന്നത്തെ കഥയാണ്. ശരി. ഇത് എന്ത് പറ്റിച്ചാല് ശ്രീകുമാരൻ തമ്പി സാറിന്റെ മുന്നേറ്റം എന്ന് പറഞ്ഞ സിനിമ, അതിൽ വളകിലുക്കം ഒരു വളകിലുക്കം എന്നുള്ള പാട്ട്, ആ പാട്ട് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴും സംഭവം ശ്രീകുമാരൻ തമ്പി സാർ പറഞ്ഞു നമുക്ക് ഇത് റീറ്റെയിൻ ചെയ്താൽ മതി, ഇനി ദാസേട്ടനെ കൊണ്ട് പാടിക്കേണ്ട ആവശ്യമില്ല ഈ പാട്ട്. ദാസേട്ടൻ അന്ന് സമയമല്ല, ഒന്നിനും സമയമല്ല, അത് ഓടി നടക്കുന്ന സമയം. ഇതൊന്നും ഞാൻ അറിയുന്നില്ല, ഞാൻ ഇതിനെപ്പറ്റി ബോധേഡായിരുന്നില്ല വാസ്തവത്തിൽ. ഞാനിത് പാടും, ഞാൻ അങ്ങ് പോവാന്ന്, ഫോണൊന്നും ഇല്ലല്ലോ. അങ്ങനെ ആ പാട്ട് പുറത്തു വരുന്നതോ എന്റെ പേരിൽ വരുന്നതോ ഒന്നും ഞാൻ അറിയില്ല. ഇൻട്രൊഡ്യൂസിങ് ഉണ്ണിമേനൻ എന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ട് തമ്പി സാർ സ്ക്രീനിൽ എഴുതിയതൊക്കെ ഞാൻ അറിയുന്ന ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട്. ഞാൻ ആ സിനിമ ഇപ്പോഴും കണ്ടിട്ടില്ല. സിനിമ കാണൂലേ? അന്ന് സിനിമ കാണാനൊന്നും ഇൻട്രസ്റ്റ് ഇല്ല, പാട്ട് പാടുക എന്നുള്ളത് ഒരു ഹരമായിരുന്നു അന്ന്. പിന്നെ പാട്ടുകൾ പാടുക, അതെ, റെക്കോർഡിങ്സിൽ പോവുക പാടുക എന്നുള്ള ഒരു ഹരം മാത്രമേ ഉള്ളൂ. സിനിമയ്ക്ക് പോകാനൊന്നും അന്ന് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. കടത്ത് ഞാൻ പോയി കണ്ടു. കടത്ത് എന്ന് പറഞ്ഞ സിനിമ തൃശ്ശൂർ ഒരു തിയേറ്ററിൽ പോയി കണ്ട് ആകെ ത്രില്ഡ് ആയത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. സ്ക്രീനിൽ നമ്മുടെ പേര് ആദ്യമായിട്ട് എഴുതി കാണുമ്പോഴത്തെ ഒരു ത്രില്ല് ഉണ്ടല്ലോ, അതൊരു ഭയങ്കര രസകരമായ ഒരു ഇതായിരുന്നു. അല്ല, ആരാപ്പോ ഈ പേര് മാറ്റി ഉണ്ണിമേനനാക്കിയത്? എന്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ഉണ്ടായിരുന്നു, മോഹൻരാജ് എന്ന് പറഞ്ഞിട്ട്, ഈസ് നോ മോർ നൗ. അപ്പൊ അയാളാണ് പറഞ്ഞത് ഇങ്ങനെ ഈ പേര് വേണ്ട നമുക്ക്, നാരായണൻ, അത് വേണ്ട, നമുക്ക് വീട്ടിൽ വിളിക്കുന്ന പേരാണല്ലോ ഉണ്ണി, അപ്പൊ നമുക്ക് അത് വെച്ചിട്ട് മുന്നോട്ട് പോയിരിക്കും നല്ലത്. എന്നെ നിർബന്ധിച്ച് അവിടെ കോൺസേർട്സ് ഒക്കെ ചെയ്യിപ്പിച്ചു, പാട്ടുകളുടെ ഡിവോഷണൽ കോൺസേർട്ടിലാണ് ഞാൻ തുടങ്ങിയത് അവിടെ. അങ്ങനെയാണ് തുടങ്ങിയത്. അപ്പോൾ ആ പാട്ടുകളെല്ലാം ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ പിന്നെ റെക്കോർഡിങ്സ് വന്നു തുടങ്ങി. അങ്ങനെ ഗ്രാജുവലി ആ ഒഴുക്ക് അങ്ങനെയാണ് ഉണ്ണിമേനനായത്. പക്ഷെ അതിന്റെ ഇടയ്ക്ക് നമ്മുടെ അടുത്ത് സസ്പെൻസ് ആയിട്ട് പറഞ്ഞു നിർത്തിയ വേറൊരു പേരുണ്ട്, വിജയ്. ആ പേര് എങ്ങനെയാ കിട്ടിയെന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റോറി. ശ്യാം സാറിന്റെയും ഇളയരാജ സാറിന്റെയും ഇൻചാർജസ് കല്യാണം എന്ന് പറഞ്ഞ ഒരാളായിരുന്നു. കല്യാണമാണ് രാജ സാറിനോട് പോയി പറയുന്നത് ഇങ്ങനെ ഒരു സിംഗർ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇൻചാർജിനോട് പറഞ്ഞു രാജ സാറിനൊന്നും കാണാൻ മാത്രം ഞാൻ ആയിട്ടില്ല, ഞാനിപ്പോ ഇങ്ങനെ വാസ്തവത്തിൽ സീരിയസ് ആയിട്ട് പാടാൻ വേണ്ടി വന്നതല്ല, പാട്ടുകൾ റെക്കോർഡിംഗ് കാണാൻ വന്നിട്ട് ഇങ്ങനെ ഗായകനായിപ്പോയതാണ് ഞാൻ. അന്നപ്പോ മലയാളത്തിൽ മാത്രമേ പാടിയിട്ടുള്ളൂ അല്ലേ? അതെ. അപ്പോ ഞാൻ കുറച്ചുകൂടി എക്യൂബ്ഡ് ആയിട്ട് ഒരു 2-3 കൊല്ലം കഴിഞ്ഞ് ഞാൻ രാജ സാറിനെ വന്ന് കാണാൻ പറഞ്ഞു. അപ്പൊ ഈ കല്യാണം എന്ന് പറഞ്ഞു, ഇല്ല ഇവിടെ ശ്യാം സാറിന്റെ ഇപ്പൊ ഇത്രയും പാട്ടുകൾ പാടിയില്ലേ, അതന്നെ നല്ല എക്സ്പീരിയൻസ് ആയില്ലേ, രാജ സാറ് വിളിക്കുന്നുണ്ട്, രാജ സാറ് വിളിക്കുമ്പോ പോവാതിരിക്കരുത്, മോശമാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ പേടിച്ച് അരണ്ട് പോയതാണ്. അദ്ദേഹം ചീത്ത വിളിക്കുന്ന കേട്ടിട്ടുണ്ട്. അതെ, ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രിക്ട്നെസിന്റെ ഒക്കെ പീക്കിലാണ്. കിട്ടിയിട്ടുണ്ടോ? ധാരാളം കിട്ടിയിട്ടുണ്ട്. ആ കഥയിലോട്ട് പിന്നെ കണ്ടിന്യൂ. അവിടെയും എനിക്കൊരു ഭയങ്കര ലക്കുണ്ടായി. രാജസാറിന്റെ ഫസ്റ്റ് സിനിമയിൽ 3 പാട്ടുകൾ പാടി. 3 പാട്ട് ഒരു ദിവസം റെക്കോർഡ് ചെയ്തു. അപ്പൊ എന്റെ തമിഴ് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ തമിഴ് സ്ക്രിപ്റ്റ് നോക്കിയിട്ടാണ് പാടുന്നത്. അപ്പൊ എന്നോട് ചോദിച്ചു തമിഴ് അറിയോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഈ സിനിമയുടെ പോസ്റ്റേഴ്സ് നോക്കി വായിച്ചിട്ട് ഞാൻ പഠിച്ചതാണ്, പിന്നെ ദിനത്തന്തി എന്ന് പറഞ്ഞ പത്രങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നോക്കി പഠിച്ചതാണ്. അപ്പൊ രാജസാർ പറഞ്ഞു തമിഴ് ரொம்ப நல்லா இருக்கு, തമിഴ് പ്രൊണൗൺസിയേഷൻ ഡിക്ഷൻ ரொம்ப நல்லா இருக்கு, അതിൽ നീ ഡെവലപ്പ് பண்ணணும், നിറയെ വാസിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട്. വോയിസ് നല്ല എഫക്റ്റീവ് വോയിസ് ആണ്, സ്ക്രീനിൽ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള വോയിസ് ആണ്, സോ ഡെവലപ്പ് ദാറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ദാറ്റ് വാസ് എ ഗ്രേറ്റ് ഇൻസ്പിറേഷൻ ഫോർ മീ. പിന്നെ എന്തേ സ്വന്തം പേരിൽ പാടാണ്ട് വിജയ് എന്ന് പറഞ്ഞ പേരിൽ? രാജ സാർ പറഞ്ഞു ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഉണ്ണിമേനൻ എന്നുള്ള പേരിലല്ല, അത് ടിപ്പിക്കൽ മലയാളം നെയിമാണ്, അത് വേണ്ട. അപ്പൊ അന്ന് രാജ സാറിനോട് നമുക്കൊന്നും പറയാൻ പറ്റില്ല, ഭയങ്കര പവർഫുൾ ആയിട്ട് നിൽക്കുന്ന സമയമല്ലേ, ഞാൻ ഒന്നും മിണ്ടാണ്ട് ഇരുന്നു. സങ്കടമായോ? എനിക്ക് മനസ്സിലൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ രാജ സാർ പറഞ്ഞു ഇല്ല വിജയ് എന്നുള്ള പേരിട്ടോ, പുള്ളി എന്നെ സജസ്റ്റ് ചെയ്ത പേരാണ്, അങ്ങനെ ആ പേരിട്ടു. പക്ഷെ ആ പേരിൽ ഞാൻ ഒരു 10-15 പാട്ടുകൾ പാടി, ഒരു പാട്ട് മാത്രമേ പോപ്പുലർ ആയുള്ളൂ, ഒരു കൈദിയൻ ഡയറി, കമലഹാസന്റെ. പൊന്മാനി കോപം ഏനോ പൊന്മാനി കോപം ഏനോ കാതൽ പാൽക്കുടം കള്ളായി പോനത് റോജായേനടി മുള്ളായി പോനത് പൊന്മാനി കോപം ഏനോ എന്നാണ് പാട്ട്. ആ പാട്ട് തന്നെ കേട്ടാലോ? ഓ, സൗത്ത് ഇന്ത്യയിലെ സകല ഭാഷയിലും കൂടാതെ ഒറിയയിലും കൂടി പാടിയ ഒരാളാണ് ഇന്ന് ക്ലബ് FM സ്റ്റാർ ജാമിൽ എന്റെ ഗസ്റ്റ്, ദി വൺ ആൻഡ് ഓൺലി ഉണ്ണിമേനൻ. കൂടെ ഞാനും ശാലിനി. അപ്പൊ ഇത്രയും
പാട്ടുകൾ ഇത്രയും ഭാഷയിൽ പാടിയിട്ടുണ്ടല്ലോ. പേഴ്സണലി ഏത് ലാംഗ്വേജിൽ പാടാൻ ഇഷ്ടം? മലയാളം തമിഴും രണ്ടും ഈക്വലി എനിക്ക് കംഫർട്ടബിൾ ആണ്. രണ്ട് ലാംഗ്വേജും. കേൾക്കണവർ എന്താ പറഞ്ഞിട്ടുള്ളത്? കേൾക്കണവർ തമിഴ് ഭയങ്കര രസമായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എന്റെ ഡിക്ഷൻ, തമിഴ് ഡിക്ഷൻ വളരെ നല്ലതാണെന്ന് വൈരമുത്തു, കവിഞ്ഞർ വൈരമുത്തു എപ്പോഴും പറയാറുണ്ട്. അപ്പൊ എന്തിയപ്പോ കന്നഡയും തെലുങ്കും ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ? അത് നമുക്ക് അങ്ങനെ ഒരു ആക്സസിബിലിറ്റി അത്രയല്ലല്ലോ, വല്ലപ്പോഴും അല്ലേ പാടുന്നുള്ളൂ. റഹ്മാന്റെ ഒക്കെ ഞാൻ എല്ലാ പാട്ടുകളും തമിഴിൽ പാടിയത് തെലുങ്കിൽ പാടാറുണ്ട്. കന്നഡം വല്ലപ്പോഴും. ഇപ്പൊ കഴിഞ്ഞ കൊല്ലമൊക്കെ ഞാൻ പാടിയിരുന്നു. പ്രിയങ്ക എന്ന് പറഞ്ഞൊരു ഫിലിമിൽ 3 പാട്ടുകൾ പാടിയിരുന്നു. പക്ഷെ ഐ എം നോട്ട് വെരി കംഫർട്ടബിൾ വിത്ത് ദ ലാംഗ്വേജ്, ബട്ട് ഔട്ട്പുട്ട് നന്നായിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇതുമാതിരി ഒരു ഈസി അല്ല. ഇപ്പൊ മലയാളമോ തമിഴോ മാതിരി ഈസി അല്ല കന്നഡവും തെലുങ്കും. ഒറിയ ഒട്ടും ഓർമ്മയുണ്ടോ ഒറിയ പാട്ടൊക്കെ? ഓർമ്മയില്ല, തീർച്ചയായും. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ഈ പാട്ട് പാടുമ്പോ അർത്ഥം അറിയുമെങ്കിൽ ആ പാട്ടിന് ഭാവം കൊടുക്കാൻ പറ്റും അല്ലേ, ഓരോ വാക്കിനും? അപ്പൊ ഈ ഭാഷ അറിയാണ്ട് എങ്ങനെയാ പാടുക? ലിറിക്സ് റൈറ്റർ അവിടെ ഉണ്ടാവുമല്ലോ. ലിറിക്സ് റൈറ്ററോട് നമ്മൾ അതിന്റെ ടോട്ടൽ ഇത് എന്താന്നുള്ളത് മീനിങ് നമ്മൾ മനസ്സിലാക്കിയിട്ടല്ലേ പാടുന്നത്. ഇപ്പൊ സിറ്റുവേഷൻ എങ്ങനെയാലും ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം മോസ്റ്റ്ലി റൊമാൻറ്റിക് സോങ്സ് ഓർ പാത്തോസ് സോങ്സ് ഓർ ഡിവോഷണൽ, അങ്ങനത്തെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു 4-5 മൂഡ്സ് അല്ലേ ഉണ്ടാവുള്ളൂ. എന്താണ് എക്സാക്ട്ലി അതിന്റെ മൂഡ് എന്ന് നമുക്ക് ലിറിക്സ് റൈറ്ററും പറഞ്ഞുതരും, ഡയറക്ടറും പറഞ്ഞുതരും. എങ്ങനത്തെ ജോണർ പാട്ടുകളെ കൂടുതൽ വന്നിരുന്നത്? മോസ്റ്റ്ലി റൊമാൻറ്റിക് സോങ്സ്. സ്വയം അത് തന്നെയാണോ താല്പര്യവും? അങ്ങനെയില്ല, നമുക്കിപ്പോ ഒരു സിംഗർ ആയി കഴിഞ്ഞാൽ അങ്ങനെ ഒരു ചോയ്സ് ഇല്ല. വാട്ട് എവർ സോങ്സ് കംസ് ടു യു, യു ഹാവ് ടു ഡെലിവർ. അതാണ്. പക്ഷേ റൊമാൻറ്റിക് സോങ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിന്റെ വരികളൊക്കെ ഉൾക്കൊണ്ട് പാടാൻ കുറച്ചുകൂടി എളുപ്പമാണെന്ന് മാത്രം. ശ്യാം സർ അദ്ദേഹം ഒരു റിസ്ക് എടുത്തിട്ടാണ് ഉണ്ണിമേനൻ എന്ന് പറഞ്ഞ സിംഗറിന് വളർത്തിക്കൊണ്ട് വന്നതെന്നൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ശരിക്കും അദ്ദേഹത്തോടൊപ്പം തന്നെയാണോ അപ്പൊ കരിയർ അങ്ങനെ കൊണ്ടുപോയത്? ശ്യാം സാറാണ് എനിക്ക് മാക്സിമം നല്ല സോങ്സ് തന്നിട്ടുള്ളത്. അത് അന്നത്തെ കാലത്ത് ദാസേട്ടനെ അല്ലെങ്കിൽ ജയേട്ടനെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാലമായിരുന്നു അത്. അവർക്കാണ് ഏറ്റവും നല്ല സോങ്സ് പോവുക. അങ്ങനെയുള്ള സമയത്ത് ഒരു പുതിയ ശബ്ദത്തെ ഒരു സിനിമയിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ വലിയ റിസ്ക് ആണ്. മേ ബി അങ്ങേരുടെ കാരിയർ പോലും അത് ബാധിക്കും. കാരണം ഇവരുടെ വോയിസ് അത്രയും വാല്യുബിൾ ആണെന്ന്. ഈ അന്നത്തെ കാലത്ത് കാസറ്റ് കമ്പനീസ്, HMV മരുന്ന കമ്പനീസ് ഒന്നും അവർ എടുക്കില്ല. അപ്പൊ ഞാൻ തേനും വയമ്പ് എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ പാടിയിരുന്നു. അതിൽ ബാക്കി എല്ലാ പാട്ടുകളും ഹിറ്റായി. തേനും വയമ്പ് എന്നുള്ള പാട്ട്, ഒറ്റക്കമ്പിനാദം, എന്റെ പാട്ട് ഡിസ്കിൽ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞു അന്നത്തെ കാലത്ത്. അങ്ങനെയാണ് പുതിയൊരു ഗായകനല്ലേ. അപ്പൊ ഡിസ്ക് ചെറിയൊരു ഡിസ്ക് ആണത്. ആ ഡിസ്കിൽ എന്തോ RPM ദേശീയ. അപ്പൊ ആ 4 പാട്ടേ ഉൾക്കൊള്ളിക്കാൻ പറ്റുള്ളൂ. 5ാമത്തെ പാട്ട് വന്നു കഴിഞ്ഞാൽ അതിന്റെ ലെങ്ത് ശരിയാവില്ല. അപ്പൊ അവർക്ക് ചോയ്സ് എന്റെ പാട്ട് എടുത്ത് കളയാന്നുള്ളതാണ്. അപ്പൊ അത് മ്യൂസിക് ഡയറക്ടർ പറഞ്ഞു നോക്കിയെന്ന് അതും കൂടി വെക്കാൻ പറഞ്ഞു. പക്ഷെ അവർ വെച്ചില്ല. അപ്പൊ അന്നത്തെ കാലത്ത് അതാണ്, അത്രയും വാല്യുബിൾ ആയിട്ടുള്ള സിംഗേഴ്സ് ഉള്ള സമയത്ത് ഒരു പുതിയ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ യു നീഡ് റിയൽ ഗട്ട്സ്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്നോട് അത്രയും സ്നേഹം ഉണ്ടാവണം. അപ്പൊ തീർച്ചയായിട്ടും ആ സ്നേഹം ഇപ്പോഴും ഉണ്ട്. ഞാൻ ഇപ്പോൾ ഒരു 3 ദിവസം മുമ്പ് പോലും ശ്യാം സാറിനോട് സംസാരിച്ചു. അപ്പൊ അദ്ദേഹം ഈ റിസ്ക് എടുത്ത് തന്ന ഒരു കരിയർ ഉണ്ടല്ലോ, ആ കരിയർ പിന്നെ ശ്യാം സാർ മലയാളം സിനിമയിൽ നിന്ന് പതുക്കെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ നിർത്തുക ചെയ്തത്. അതോടൊപ്പം തന്നെയാണോ അപ്പൊ ഉണ്ണിച്ചേട്ടനും എന്ന് പിന്നെ പതുക്കെ ഷിഫ്റ്റ് ചെയ്തേക്കാന്ന് കരുതിയത്? ഞാൻ അങ്ങനെ ഷിഫ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ ഒരിക്കലും, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഫീൽഡിൽ വന്ന കഥ ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഒരിക്കലും ഒരു ഗായകനാവണം എന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് ഒരു ഭയങ്കര തയ്യാറെടുപ്പോട് കൂടി വന്ന ആളല്ല ഞാൻ. അപ്പൊ അതിന് വേണ്ടത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുകയോ അതിന് അത്രയും ഞാൻ വെൽ എക്യൂപ്ഡ് ആവുക ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് കിട്ടിയ ഗാനങ്ങളെല്ലാം എനിക്ക് കിട്ടിയ ഒരു നിധിമാരിയാണ്, ഒരു ഭാഗ്യമാരി ഇങ്ങനെ വന്ന് ചേർന്നാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടാത്ത ഭാഗ്യങ്ങളെ കുറിച്ച് ഞാൻ അധികം ചിന്തിക്കാറില്ല. അതങ്ങനെ നടന്നുപോയി. അപ്പോൾ പാട്ടുകൾ ഉള്ള സമയത്ത് പാടി, ഇല്ലാത്ത സമയത്ത് അതിനെപ്പറ്റി ബോധേഡായിരുന്നില്ല. വെൽക്കം ബാക്ക് ടു സ്റ്റാർ ജാം. ഈ കേട്ട ശബ്ദം സിനിമാ സംഗീത ലോകത്ത് 37 വർഷമായിട്ട് നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന ശബ്ദമാണ്, സാക്ഷാൽ ഉണ്ണിമേനന്റെ. വെൽക്കം ബാക്ക് ടു സ്റ്റാർ ജാം. കൂടെ ഞാനും ശാലിനി. So here comes the next round. ചില റിയാലിറ്റി ഷോ തട്ടിപ്പുകൾ ഞാനും കണ്ടിട്ടുണ്ട്. യെസ്, തമിഴ്നാട്ടിൽ നടന്നതാണ്. ഐ വാസ് വൺ ഓഫ് ദി ജഡ്ജസ്. വാസ്തവത്തിൽ ഞങ്ങൾ 5 ജഡ്ജസ് ഉണ്ടായിരുന്നു. അതിൽ 4 പേരും പ്രിഫർ ചെയ്ത സിംഗർ അല്ല അന്ന് അവിടെ വിൻ ചെയ്തത്. അവിടെ വിൻ ചെയ്തത് ഞങ്ങളൊക്കെ 3ാമത് വരും എന്ന് വിചാരിച്ച ഒരു സിംഗർ ആയിരുന്നു. അപ്പൊ ചോദിച്ചില്ലേ? ചോദിച്ചു. ഞാൻ വാക്കൗട്ട് ചെയ്തു. എന്ത് പറഞ്ഞു അപ്പൊ അവര്? അല്ല, അവർക്ക് പ്രീ പ്ലാൻഡ് ആയിരുന്നു എല്ലാം. പക്ഷെ ഇന്ന് ഞാൻ ഉദ്ദേശിച്ച ആ സിംഗർ ഹൺഡ്രഡ്സ് ഓഫ് സോങ്സ് പാടി കഴിഞ്ഞു സിനിമയിൽ. ആ സിംഗറിന്റെ പേര് പറയോ? പറയില്ല. മൈ കോഫി താ പറയോ? എന്നെ വിശ്വാസം അത്ര പോരാ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പാട്ട് പാടാൻ അവസരം തരുന്നതേ വലിയ കാര്യമാണ്, അതുകൊണ്ട് ശമ്പളം ചോദിക്കരുത് എന്ന മൈൻഡ് സെറ്റ് ഉള്ളവരും ഇൻഡസ്ട്രിയിലുണ്ട്. ട്രൂ ആണ്. എവിടെ, മലയാളത്തിലാണോ തമിഴിലാണോ? മലയാളത്തിലും തമിഴിലും ഉണ്ട്. തമിഴിൽ അത്ര ഇല്ല എന്ന് പറയാം. മലയാളത്തിൽ ഒരാളെ, ഒരു പ്രൊഫഷണൽ സിംഗറെ വിളിച്ച് പാടിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് പേയ്മെന്റ് ചെയ്യണം എന്നുള്ളത് ഒരു മര്യാദയാണ്. ഇറ്റ് ഈസ് ദ മ്യൂസിക് ഡയറക്ടേഴ്സ് ഡ്യൂട്ടി ടു പേ, അല്ലെങ്കിൽ ദ പ്രൊഡ്യൂസേഴ്സ് ഡ്യൂട്ടി ടു പേ. ഇഫ് ദേ ഡോണ്ട് ഡു ഇറ്റ്, ദേ ഡോണ്ട് ഹാവ് എ ക്യാരക്ടർ എന്നേ ഉള്ളൂ. സോ ഐ ഡോണ്ട് ഹാവ് ടു ഗോ ആൻഡ് ബെഗ് ഫോർ ഇറ്റ്. ഓക്കേ. ഈവൻ കഴിഞ്ഞ ജൂലൈയിൽ എനിക്ക് സംഭവിച്ചു മലയാളത്തിൽ. മലയാളത്തില്? യെസ്. ഇപ്പോ
യെസ്. എന്നിട്ട് എന്ത് ചെയ്തു? ഇതുവരെയും പേയ്മെന്റ് ചെയ്തിട്ടില്ല അവർ. എന്റെ ഡ്രസ്സിംഗ് സ്റ്റൈൽ എല്ലാം ഞാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. ഞാൻ തന്നെയാണ് ഷോപ്പിങ്ങിന് പോവാറ്. അതെ. എന്റെ ഫേവറേറ്റ് രാഗം മധ്യമാവധി അല്ല, ശ്രീരാഗമാണ്. ശ്രീരാഗം ആണോ? യെസ്. ചെമ്പനീർ പൂവിന്റെ മ്യൂസിക് ഡയറക്ഷൻ ചെയ്തപ്പോ ഇതിന്റെ രണ്ടിന്റെ മിക്സ് ആണെന്ന് കേട്ടിട്ടുണ്ട്. യെസ്. അതാണ് ഞാൻ ജീവിതത്തിൽ ഏറ്റവും അധികം അതുകൊണ്ട് ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും ഞാൻ പാടുന്നു. ഏതെങ്കിലും നമ്മളിപ്പോ സ്റ്റേജ് ഷോസിനൊക്കെ പോയി കഴിഞ്ഞാൽ ഈ പാട്ട് ഞാൻ അവോയ്ഡ് ചെയ്യും. കാരണം ഇത് അത്രയും എക്സ്പ്ലോയിറ്റ് ചെയ്ത് കഴിഞ്ഞു. എന്നാലും ആൾക്കാർക്ക് കേൾക്കണച്ചപ്പോ എന്താ ചെയ്യാ? അപ്പൊ ആൾക്കാർ ചോദിക്കും, റിക്വസ്റ്റ് ചെയ്യും, അത് പാടാണ്ട് പോകാൻ പറ്റില്ല എന്ന് പറയും. അതന്നെ എനിക്ക് പറയാനുള്ളത്, അത് പാടാണ്ട് പോകാൻ പറ്റില്ല. ഒരു ചെമ്പനീ അടിപൊളി. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? യെസ്. ഞാൻ ഒരിക്കലും സ്റ്റേജ് ഷോസിൽ ലിപ് സിങ് ചെയ്യാറില്ല. ഒരിക്കലും ചെയ്യാറില്ല. അങ്ങനെ ചെയ്യണ കണ്ടിട്ടുണ്ടോ? ധാരാളം. സ്വന്തം സ്റ്റേജ് ഷോസിൽ കണ്ടിട്ടുണ്ടോ? സ്വന്തം സ്റ്റൈൽ ഞാൻ സമ്മതിക്കാറില്ല. ആഹാ, എന്നിട്ടും ചെയ്യുന്നതാണ് കഷ്ടം. കോൺട്രവേഴ്സി വരുന്നുണ്ടല്ലോ ധാരാളം, കാണുന്നില്ല. ഓക്കെ. ഞാൻ ദിവസവും എക്സസൈസ് ചെയ്യാറുണ്ട്, ഡയറ്റ് ചെയ്യാറുണ്ട്. യെസ്. ഡയറ്റിംഗ് ഇല്ല, ഫുഡ് വളരെ കുറച്ചേ കഴിക്കുള്ളൂ, പക്ഷെ എക്സസൈസ് എവറി ഡേ ചെയ്യും. ഇന്ന് ചെയ്തോ? യെസ്. എന്താ ചെയ്തേ? സൂര്യ നമസ്കാരം. ഓക്കെ. എനിക്കും ഒരു ദുശീലുണ്ട്. ദുശീലം ഒന്നല്ല, കുറെ ഉണ്ട്. 1, 2, 3 വരെ പറയാം. അതെ. OCD എന്ന് പറഞ്ഞൊരു സംഭവം ചെറുതായിട്ടുണ്ട്. ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ. യെസ്. അതായത് ഇപ്പോൾ ഒരു റൂമിൽ ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാം ഓർഡറിൽ വെക്കണം എന്നുള്ളൊരു നിർബന്ധമുണ്ട്. അതിപ്പോൾ വേറൊരു ആളുടെ വീട്ടിൽ പോയാലും അവിടെ ഡിസോർഡർ ആയിട്ട് കിടക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് ഭംഗിയായിട്ട് വെക്കണം എന്നുള്ളൊരു വിഷയം. പക്ഷെ അതുകൊണ്ട് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിട്ട് ചെയ്തിട്ട് എനിക്ക് ചീത്തയാക്കേണ്ടി വന്നു. എന്ത് പറഞ്ഞു? എന്തിനാ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഇതൊക്കെ ചെയ്യണ വയ്ക്കും. എന്ത് ചെയ്തു? അടുക്കി പിറക്കി വെച്ചിട്ടോ? അതെ. ഈ വൃത്തിശീലം കുറച്ച് കൂടുതലല്ലേ? എനിക്ക് ട്യൂണുകളെക്കാൾ സ്നേഹം വരികളോടാണ്. വരികൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിലും കൂടിയിട്ട് ആ വരികൾക്ക് നല്ലൊരു ട്യൂൺ ഇല്ലെങ്കിൽ, അതിന് നല്ലൊരു കുപ്പായം ഇട്ടില്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടില്ല. സോ വരികളും ഇമ്പോർട്ടന്റ് ആണ്, അതേസമയത്ത് ട്യൂണും ഇമ്പോർട്ടന്റ്. എനിക്ക് യാത്രകൾ ഒരുപാട് ഇഷ്ടമാണ്. യാത്രകൾ ഒട്ടും ഇഷ്ടമല്ല. പക്ഷെ യാത്ര ചെയ്യേണ്ടി വരുന്ന ഒരാളാണ്. യാത്ര കൊണ്ട് ഉണ്ടാക്കിയതാണ് എന്നെ. ഞാൻ എവറി ഡേ യാത്രയിലാണ്. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എനിക്ക് വീട്ടിൽ ഒതുങ്ങി കൂടി ഇരിക്കാനാണ് ഇഷ്ടം. ശരിയാട്ടോ. ഞാൻ ഇദ്ദേഹത്തെ ആദ്യം കണ്ടപ്പോ എന്നോട് പറഞ്ഞത് ഇന്റർവ്യൂ കുറച്ച് കഴിഞ്ഞെടുക്കാം, ഞാനിന്ന് കുറച്ചു നേരം പോയി കിടന്ന് ഉറങ്ങട്ടെ. ഉറങ്ങിയിട്ട് കുറച്ച് ദിവസമായി. യെസ്. ഒരുപാട് യാത്രകളായിരുന്നു. ഓക്കെ. AR റഹ്മാന്റെ പുതിയ പാട്ടുകളെക്കാൾ എനിക്കിഷ്ടം പഴയ പാട്ടുകളാണ്. തീർച്ചയായിട്ടും. ആദ്യത്തെ ഒരു 10-15 കൊല്ലത്തെ പാട്ടുകളാണ് എൻ്റെ ഏറ്റവും മോസ്റ്റ് ഫേവറേറ്റ്സ്. അദ്ദേഹത്തിന് ഓസ്കാർ കിട്ടിയ പാട്ടുകൾ പോലും അതല്ല ഓസ്കാർ കിട്ടേണ്ട പാട്ടുകൾ. എല്ലാ കാലത്തും അദ്ദേഹത്തിന്റെ പാട്ടുകളിലെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള ഒരു പാട്ട് പറയൂ. അദ്ദേഹത്തിന് എപ്പോഴും പറയും പുതുവെള്ളൈ മഴ, കണ്ണുക്ക് മയ്യഴകൊക്കെ അദ്ദേഹത്തിന്റെ ഫേവറേറ്റ് ആണെന്ന് പറയാറുണ്ട്. ഇതിൽ ഏത് പാട്ടപ്പോ കേൾക്കണ്ടേ? ഇപ്പൊ കേൾക്കേണ്ടത് കണ്ണുക്ക് മയ്യഴക് കേൾക്കാം. പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞില്ലേ? എന്നതാ അടുത്ത റൗണ്ടിന്റെ സമയമായിട്ടുണ്ട്. ഇന്ന് ക്ലബ് FM സ്റ്റാർ ജാമിൽ നമ്മുടെ ഗസ്റ്റ് ഉണ്ണിമേനൻ. ഇദ്ദേഹത്തിന്റെ അടുത്ത റൗണ്ടിന്റെ സമയം. മനസ്സിലായില്ല. ഓ, എന്നാ സീനാണോ? ഓക്കേ, എന്താണ് സീന്? ആ സീനാണ് ഇപ്പൊ എടുക്കുന്നത്. സീൻ മാറ്റി എഴുതൂ. സീൻ കോൺട്രാ. സ്റ്റാർട്ട് ആക്ഷൻ കട്ട്. ശരിക്കും കയ്യിൽ കിട്ടി പക്ഷെ കയ്യിൽ നിന്ന് പോയ പാട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ? സ്റ്റേജ് ഷോസിലോ അല്ലെങ്കിൽ പാടാൻ പോയിട്ട് ഫംബിൾ ചെയ്തതോ? റെക്കോർഡിങ്ങിന് പോയിട്ട് എനിക്ക് തൃപ്തിയായിട്ട് പാടാൻ പറ്റാത്ത പാട്ടുകളുണ്ട്. മർമരം എന്ന് പറഞ്ഞിട്ട് പണ്ടത്തെ ഭരതന്റെ സിനിമയില്, അന്ന് ജാനകിയമ്മയുടെ കൂടെയാണ് ആ പാട്ട്. ലൈവ് റെക്കോർഡിംഗ് MS വിശ്വനാഥൻ മ്യൂസിക്കിൽ. അത് എനിക്ക് ഒരു തൃപ്തിയായില്ല പാട്ട് പാടിയിട്ട്. MSVയുടെ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫാസ്റ്റ് ആണ്. നമുക്കൊരു സാവകാശമില്ല പാടാൻ. ശ്വാസം വിടാൻ കിട്ടൂല സമയം. ജാനകിയമ്മ എന്നൊക്കെ പറഞ്ഞാൽ എത്രയോ എക്സ്പീരിയൻസ് ആയിട്ടുള്ളതാണ്. അപ്പൊ ഞാൻ അന്ന് ഫീൽഡിൽ വന്ന സമയമാണ്. അപ്പൊ അത് എനിക്ക് അത്ര തൃപ്തികരമായില്ല പാട്ട് പുറത്തുനിന്ന്. അത് വീണ്ടും പാടണമെന്നുണ്ടായിരുന്നു. പക്ഷെ അന്നൊക്കെ ഹരിബറിയിലാണ് എല്ലാ റെക്കോർഡിംഗ് ഒക്കെ നടക്കുന്നത്. ഏതെങ്കിലും ഇപ്പൊ ഒരു പാട്ട് പാടിയിട്ട് തൃപ്തി ആയില്ലെങ്കിൽ പറയോ ഒന്നുകൂടി ഞാൻ പാടട്ടെ എന്നൊക്കെ ചോദിക്കോ? അന്ന് ചോദിക്കാൻ എനിക്ക് അന്ന് അത്ര ധൈര്യം പോരാ. കാരണം അന്ന് ഫീൽഡിൽ വന്ന സമയമല്ലേ അതൊക്കെ. അപ്പൊ എപ്പോ തൊട്ട് ധൈര്യം തുടങ്ങി? അതൊക്കെ കുറെ പാട്ടുകൾ പാടി കഴിഞ്ഞതിന് ശേഷമല്ലേ. ഫീൽഡിൽ വന്നതിന് ശേഷം കയ്യിൽ നിന്ന് പോയ പാട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ? അരിപറിയ പാട്ടുകൾ ഒരുപാടുണ്ട്. ഒരെണ്ണം പറഞ്ഞ് സിറ്റുവേഷൻ പറഞ്ഞോ എന്താ കാര്യം എന്നുള്ളത്. അത് പറയില്ല. അത് പറ്റില്ല. എല്ലാരും പറയുമ്പോ പലർക്കും വേദന വരും. വേണ്ട. സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്തിട്ടില്ലേ? അപ്പോഴൊക്കെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടോ? സ്റ്റേജ് ഷോസിലൊക്കെ ധാരാളം പിഴവുകൾ വരും. നമ്മൾ ലൈവായിട്ട് പാടുന്ന സമയത്ത് നമ്മൾ ഹ്യൂമൻ ഇതല്ലേ. ചീത്ത കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ എന്റെ അടുത്ത് കുറച്ചു മുന്നേ? രാജസാറിന്റെ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട്. ശ്യാം സാറിന്റെ എത്ര കേട്ടിട്ടുണ്ട്? ആണോ? ഓ, നമ്മൾ നോട്ട്സ് ഒക്കെ തെറ്റിച്ച് പാടിയിട്ട് നല്ല ചീത്ത പറയും. മൈക്ക് കൂടെ തന്നെ പറയും. എല്ലാവരും കേൾക്കും. റെക്കോർഡിങ്സ് കാണാൻ 100 കണക്കിന് ആൾക്കാരുണ്ടാവും. അവരൊക്കെ ആസ്വദിക്കും. നമുക്ക് ചീത്ത കേൾക്കുന്നതാണ് എന്തൊരു സുഖം. ആരാ നല്ലോണം ചീത്ത അറിയാ? ഷാഫ് സാർ എന്നെ ശരിക്കും ഒരു മകനെ മാതിരി സ്നേഹിക്കും ചെയ്യും. അതേസമയത്ത് നല്ലോണം ഡോസും തരാറുണ്ട്. രാജാ സാറ് ഭയങ്കരമായിട്ട് ചീത്ത പറയും. ധാരാളം കേട്ടിട്ടുണ്ട്. കുറെ പേര് രാജാ സാറിന്റെ അടുത്ത് നിന്ന് ചീത്ത കേട്ടിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതില് ആദ്യത്തെ ഒരു 5 എണ്ണത്തിലൊക്കെ വരുമോ? തീർച്ചയായിട്ടും. 3 എണ്ണത്തിൽ വരുമോ?
ഓ. ഓർമ്മയില് രാജ സാർ ചീത്ത വിളിച്ചൊരു പാട്ടേതാ? പൊന്മാനെ പാടുമ്പോൾ ധാരാളം ചീത്ത കിട്ടുന്നുണ്ട്. എന്താ പ്ലേസ്മെന്റ്സ് ഒക്കെ മാറും. നമ്മൾ പാടുന്ന സമയത്ത് ആ സ്ട്രിക്റ്റ് ആയിട്ട് ടെമ്പോയിൽ പാടില്ല. അപ്പൊ അത് പുള്ളി വളരെ കൺസേൺഡ് ആയിരുന്നു. എന്താ പറയാ പുള്ളി അവിടുന്ന് ശരിക്ക് തമിഴില് ചീത്ത പറയും. എന്തൊരു സുഖാല്ലേ തെറിയൊക്കെ. ഒരു സുഖം കേൾക്കുമ്പോ. ഓ ചീത്ത കേട്ടല്ലോ ഈ മനുഷ്യന്, ഇനിയും കിട്ടല്ലേ, ഓർമ്മയില്ല, ഇനി അതൊന്നും ഓർമ്മിപ്പിക്കല്ലേ. മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. ഇന്നത്തെ പോലെയല്ലോ, പണ്ടൊക്കെ ഈ ലൈവ് റെക്കോർഡിങ്സും കൂടിയല്ലേ. അപ്പൊ അതിൽ നമ്മൾ ഒരാള് തെറ്റിക്കഴിഞ്ഞാൽ ആദ്യം അലേർട്ട് ആവണം. മെന്റലി യു ഷുഡ് ബി സോ അലേർട്ട്. ഒരു നോട്ട് പാടി തെറ്റി പാടി കഴിഞ്ഞാൽ ഭയങ്കര വൃത്തികേടായി പോകും. ഓൾ ദി മ്യൂസിഷ്യൻസ് ഷുഡ് കം അഗെയിൻ. അപ്പൊ എല്ലാവർക്കും ബുദ്ധിമുട്ടല്ലേ ഇത്. സോ വി ഹാവ് ടു ബി മെന്റലി സോ അലേർട്ട്. അത് ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമേ ഉള്ളൂ. ഞാൻ ഇപ്പൊ ഇന്നാള് ഞാനും SPBയും കൂടി ഒരു പ്രോഗ്രാം കോട്ടയത്ത് ചെയ്തു. ഞാൻ SPBയോട് ചോദിച്ചു, സാറിന് ഇങ്ങനെ ഒരു ഷോന് പോകുന്ന സമയത്തോ അല്ലെങ്കിൽ റെക്കോർഡിങ്സിന് പേടിയൊന്നും ഇല്ലല്ലോ എന്ന്. അയ്യോ എനിക്ക് പടപടാന്നടിക്കുമ്പോടെ ബട്ടർഫ്ലൈസ് ആണ് ഇവിടെ മുഴുവൻ ഉണ്ടാവും. അപ്പൊ എനിക്ക് സമാധാനമായി. അപ്പൊ എനിക്ക് മാത്രമല്ല. ഇത് സാധാരണ നമ്മൾ വിചാരിക്കേ മ്യൂസിക് ഫീൽഡില് അധികായന്മാരാണെങ്കിൽ അവർക്ക് ഇതൊക്കെ പുല്ല് പോലെയാ. ഞാൻ ഉഷാ ഉതുപ്പിനോട് ചോദിച്ചിട്ടുണ്ട്. ഉഷാ ഉതുപ്പ് ഓൾസോ ഹാസ് ദിസ്. ഒരു വളരെ സ്റ്റേജിൽ ഭയങ്കര വൈബ്രന്റ് ആയിട്ടുള്ള ഒരാളല്ലേ, അവർക്കും ഉണ്ട്. അപ്പൊ നമുക്ക് മാത്രമല്ല ഇത്, എല്ലാവർക്കും ഉണ്ട്. ഇത് യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണത്. അതുകൊണ്ട് there's nothing to worry. ഇതൊക്കെ സാധാരണ എല്ലാവർക്കും ഉള്ളതാണ്. സ്റ്റേജ് ഷോസിലൊക്കെ തെറ്റിപ്പോ എന്ത് ചെയ്യാപ്പോ? ഒന്നും ചെയ്യാൻ പറ്റില്ലോ. തെറ്റി കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാനാ? അത് ജനങ്ങളെ ആക്സെപ്റ്റ് ചെയ്യും ചിലപ്പോ. കാരണം ലൈവായിട്ട് നമ്മൾ പാടുന്നതല്ലേ, നമ്മൾ ചീറ്റ് ചെയ്യുന്നില്ലല്ലോ അവര്. ആക്സെപ്റ്റ് ചെയ്യാത്ത സ്റ്റേജ് ഉണ്ടായിട്ടുണ്ടോ? ചില സമയത്തൊക്കെ കൂവല് കിട്ടും. പക്ഷെ ഇപ്പൊ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. പണ്ടത്തെ കാലത്ത്. കാലങ്ങള് കഥകളിൽ മാറി മറിഞ്ഞു വരുന്നേ ഉള്ളൂ. കഥകൾ ഇനിയും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഉണ്ണിമേനൻ സാറിന്റെ കൂടെ ഞാനും ശാലിനി. ഇവിടെ മാത്രം ടൺ കണക്കിന് ഫൺ. ഉണ്ണിമേനൻ എന്ന് പറഞ്ഞ ഗായകന്റെ ജീവിതത്തില് ബെഞ്ചമിൻ മാസ്റ്റർക്കുള്ള സ്ഥാനം വളരെ വലുതാണ്. ഇനി എങ്ങനെയെന്നറിയാം. ക്ലബ് FM സ്റ്റാർ ജാമിൽ കേൾക്കാൻ കൂടെ ഞാനുണ്ട്, ശാലിനി. കണ്ടിന്യൂ. പാടാനുള്ള കഴിവ് എനിക്കുണ്ട് എന്ന് കണ്ടുപിടിച്ചത് അദ്ദേഹമാണ്. എത്രാം ക്ലാസ്സില്? ഞാനന്ന് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്. യെസ്, BMന്റെ പ്രൈമറി സ്കൂൾ ഉണ്ട്. അവിടെ പഠിക്കുന്ന സമയത്ത് അവിടെ അദ്ദേഹം രാവിലെ വന്നു പറഞ്ഞാൽ നമ്മുടെ അവിടെയൊക്കെ പ്രാർത്ഥന ചെല്ലുന്ന ഒരു ഏർപ്പാടുണ്ട്, അസംബ്ലി. അതെ. അപ്പൊ അത് ചെല്ലുന്ന സമയത്ത് ഫസ്റ്റ് ഡേ ഇങ്ങനെ പാടി എല്ലാവരും കൂടി പാടുന്ന സമയത്ത് പുള്ളി എന്നെ വിളിച്ചു, ഇങ്ങോട്ട് വാ പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു പുള്ളി എന്നെ എന്തോ ചീത്ത പറയാനോ എന്തിനോ വിളിക്കുകയാണെന്ന് വിചാരിച്ചു. വന്നിട്ട് നീ ഒന്ന് ഒറ്റയ്ക്ക് പാട്, ഈ പാട്ടൊന്ന് പാട് പറഞ്ഞു. അപ്പൊ ഞാൻ പാടിക്കൊടു. ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം എന്നുള്ള പാട്ടായിരുന്നു. അപ്പൊ പുള്ളി പറഞ്ഞു, മറ്റുള്ളൊരു പാടിൽ നിന്ന് നീ എന്തോ ഒരു വ്യത്യാസമുണ്ട്, നാളെ തൊട്ട് നീ എന്ത് ചെയ്യണം, നീ പാടി കൊടുക്കണം, എന്നിട്ട് ഇവരെല്ലാം റിപ്പീറ്റ് ചെയ്യണ മാതിരി പാടണം. അങ്ങനെയാണ് ഇതിന്റെ തുടക്കം വാസ്തവത്തിൽ. അപ്പൊ അന്നത്തെ കാലത്ത് നമുക്ക് ചെറിയ കുട്ടിയല്ലേ, അപ്പൊ അതിന്റെ സീരിയസ്നെസ് ഒന്നും അറിയില്ല. പക്ഷെ അതിനുശേഷം ഒരുപാട് പ്രോഗ്രാംസിന് ചേർച്ചസിലും അവിടെ ഇവിടെ എല്ലാം എന്നെ പാടാൻ വേണ്ടി കൊണ്ടുപോയി. പാലക്കാട് അന്ന് കുതിരവണ്ടി ഉണ്ടായിരുന്നു. കുതിരവണ്ടി കിട്ടാത്തപ്പോ കാളവണ്ടിയിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ടാവും മാഷ്. അതുകൊണ്ട് ഒരിക്കലും അദ്ദേഹത്തെ മറക്കാൻ പറ്റില്ല. നല്ല കഴിവുള്ള കുട്ടികളെ, ഇപ്പൊ പാട്ടോ ഡാൻസോ ഒക്കെ ഉണ്ട് കഴിവുള്ള കുട്ടികളാണെങ്കിൽ അവരെപ്പോഴും സ്റ്റാർ ആയിരിക്കും അല്ലെ, സ്കൂളിലും കോളേജിലൊക്കെ. തീർച്ചയായിട്ടും അങ്ങനെ സ്റ്റാർ ആയിരുന്നു. കുറെ ഫാൻസ് ഉണ്ടായിരുന്നോ? ഫാൻസ് എന്നൊന്നും പറയാനില്ല. പെൺകുട്ടികളെ ഫാൻസ് ഉണ്ടായിരുന്നു. പെൺകുട്ടികളൊക്കെ വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ നമുക്ക് അന്ന് ഭയങ്കര ഒരു ഷൈനസ് ആയിരുന്നു ആ സമയത്ത്. പെൺകുട്ടികളെ കാണുമ്പോൾ തന്നെ പേടിയോ വന്നു. മുട്ടിറങ്ങിയോ? അതെ. ലവ് ലെറ്റേഴ്സ് കിട്ടിയിട്ടുണ്ടോ? സ്കൂളിലൊന്നുമില്ല, കോളേജിലുണ്ടായിരുന്നു. നേരിട്ടുണ്ടോ? എന്നിട്ട് വാങ്ങിക്കും. എന്നിട്ട് വാങ്ങിച്ച് ചീന്തിക്കളയും. വീട്ടിൽ കൊണ്ടുപോയി ഇടി കിട്ടില്ലേ. സ്വതവേ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ വളരെ ഷൈ ആയിട്ടുള്ള ആളായിരുന്നു. അത്ര ബോൾഡ് ആയിരുന്നില്ല. പണ്ടൊക്കെ കോളേജിലൊക്കെ ഇങ്ങനെ നന്നായിട്ട് പാട്ട് പാടുന്ന ആളൊക്കെ ഉണ്ടെങ്കിൽ ഉടനെ ആർട്സ് ക്ലബ്ബില് സെക്രട്ടറി ആക്കുക, ഇലക്ഷൻ നിർത്തുക, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ? ഞാൻ ചെയ്തിട്ടില്ല. ആർട്ട് സെക്രട്ടറി ഒന്നും ആയിട്ടില്ല. ഇതിന് പങ്കെടുക്കും, പ്രൈസ് വാങ്ങും, അല്ലാണ്ട് അതിൽ കൂടുതലൊന്നും ചെയ്തിട്ടില്ല. അല്ലൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ കുറെ ലവ് ലെറ്റേഴ്സ് ഒക്കെ കിട്ടി പറഞ്ഞില്ലേ, എങ്ങനെയാ അത് ഒതുക്കണത്? അത് ഇഗ്നോർ ചെയ്യും വാസ്തവത്തില്. അവര് വീണ്ടും വന്ന് ചോദിക്കില്ലേ? വീണ്ടും വന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താ ചോദിക്കാം? ഉണ്ണിയേട്ടാ വായിച്ചോ ചോദിക്കോ? ചോദിക്കും. കേൾക്കാൻ നല്ല രസമല്ലേ. അല്ല, അതിനെപ്പറ്റി കൂടുതൽ അങ്ങനെ ചർച്ചയ്ക്ക് ഇടം കൊടുക്കില്ല. പേടിയായിരുന്നു, ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അങ്ങനെ മുന്നോട്ട് പോകാനുള്ള ഇനിഷ്യേറ്റീവ് ഉണ്ടായില്ല. ടീച്ചേഴ്സ് ഒന്നും ക്ലാസ്സിലില്ലെങ്കിൽ നമ്മുടെ തൊണ്ടയ്ക്കായിരിക്കും പാടാ സമയത്തൊക്കെ. അതെ അതെ, എത്ര പേരെ ഇരുത്തി ഇങ്ങനെ പാടിക്കുക നമ്മളേക്കാൾ. ഓരോരുത്തരുടെ പ്രണയം പൊട്ടുമ്പോ വിരഹഗാനായിട്ടും, പ്രണയം തളിർക്കുമ്പോ പ്രണയഗാനായിട്ടും, അങ്ങനെ സ്ഥിരം പാടിയിരുന്ന പാട്ടേതായിരുന്നു അന്നത്തെ കാലത്ത്? അന്ന് പ്രേമ ഭിക്ഷുകി എപ്പോഴും പാടാറുണ്ടായിരുന്നു. പ്രണയ സരോവര തീരം, സന്യാസിനി നീൻ പുണ്യാശ്രമത്തിൽ, താമസം എന്തേ വരുവാൻ, അങ്ങനത്തെ പല കാര്യങ്ങളുണ്ടായിരുന്നു. അന്നും ഈ ആകാരത്തിലൊക്കെ ശ്രദ്ധിക്കുമായിരുന്നു, സൗന്ദര്യത്തിലൊക്കെ ശ്രദ്ധിക്കായിരുന്നു? ഇല്ല, അന്നൊന്നും അതിനെപ്പറ്റി ഒരു ബോധമില്ലല്ലോ. ഫുട്ബോളർ ആയിരുന്നു ഞാൻ. യൂണിവേഴ്സിറ്റിയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടല്ലേ? ഫോക്കസ് ഉണ്ടായിരുന്നല്ലോ. അത് കാരണം കളിയിൽ എപ്പോഴും നാച്ചുറലി നമുക്ക് ഒരു സ്പോർട്സ്മാൻ ആയതുകൊണ്ട് ഞാനും എന്റെ ഏട്ടനും എല്ലാവരും ഫുട്ബോളേഴ്സ് ആയിരുന്നു. ആൺകുട്ടികൾക്ക് അസൂയ ഉണ്ടായിരുന്നു? ആൺകുട്ടികളും ഒരുപാട് പേര് പറയും, നീ എന്തിനാ അങ്ങനെ പാടി നടക്കണം എന്നൊക്കെ ചോദിച്ചിട്ട്. പാടാൻ കഴിയാത്ത കുട്ടികൾ. അല്ല, അപ്പൊ ഒരു സ്പോർട്സ്മാൻ എന്നുള്ള രീതിക്കായിരുന്നോ അതോ ഒരു പാട്ടുകാരൻ എന്നുള്ള രീതിക്കായിരുന്നോ കൂടുതൽ ഫാൻസ് ഉണ്ടായിട്ടുള്ളത്? പാട്ടിനായിരുന്നു. രണ്ടും കൂടി ഒരുമിച്ച് കിട്ടി എന്താ ചെയ്യാല്ലേ, രണ്ട് കഴിവും കൂടി. അന്ന് കോളേജിലും സ്കൂളിലൊക്കെ
പഠിക്കുമ്പോൾ ഒരുപാട് നല്ല നല്ല പാട്ടുകൾ പാടി സന്തോഷിപ്പിച്ച പോലെ നമ്മളെയും സന്തോഷിപ്പിച്ചിട്ടുണ്ട്. നല്ല നല്ല പാട്ടുകൾ പാടി. അങ്ങനെ ഒരു പാട്ട് ഇപ്പൊ കേട്ടാലോ? AR റഹ്മാന്റെ കോമ്പസിഷനിൽ റിഥം എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ട് പാടിയത് ഉണ്ണിമേനൻ. Here we go. വെൽക്കം ബാക്ക് ടു സ്റ്റാർ ജാം. ശാലിനിയാണ്, ഒപ്പമുണ്ട് ഗായകൻ ഉണ്ണിമേനൻ. ഒരു ചെറിയൊരു സംശയം ചോദിക്കുകയാണേ. യെസ്. ഉണ്ണിമേനൻ എന്ന ഗായകനും AR റഹ്മാൻ എന്ന മ്യൂസിക് കമ്പോസറും ഒരുമിച്ചാണ് പാട്ടിന്റെ ലോകത്ത് വളർന്നതെന്ന് പറഞ്ഞാൽ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ റോജയുടെ മുമ്പേ തന്നെ റഹ്മാന്റെ വളർച്ച തുടങ്ങിയിരുന്നു ആസ്പത്രി. അതിനു മുമ്പ് ഒരുപാട് ജിംഗിൾസ് അദ്ദേഹം ചെയ്തിട്ട് ആഡ് ഫീൽഡിൽ ഭയങ്കര വളർച്ച ഉണ്ടായിരിക്കുന്നു. അപ്പൊ ആഡ് ഫീൽഡിൽ മാക്സിമം ഒരു ഹൈറ്റിൽ എത്തിയതിനു ശേഷമാണ് അദ്ദേഹം സിനിമയിലേക്ക് വരുന്നത്. ഞാൻ 81 തുടങ്ങിയല്ലോ. 81 പാടാൻ തുടങ്ങി. ഇത് 92 റോജ സംഭവിക്കുന്നത്. അപ്പൊ ഒരുമിച്ചാണ് വളർച്ച എന്ന് പറയാൻ പറ്റില്ല. പുത്തുണർവ് എന്ന് പറയാം. ഒരു ബൂം. യെസ്. ഉണ്ണിമേനൻ യുഗം, AR റഹ്മാൻ യുഗം. അതെ. എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു ലക്കാണത്. 92 സംഭവിച്ചത്. മലയാള സിനിമയിൽ നിന്ന് കംപ്ലീറ്റ് ഔട്ടായ സമയത്താണ് ആ ഒരു സംഭവം നടക്കുന്നത്. റോജയിൽ എന്നെ പാടാൻ വിളിക്കുന്നു, ആ പാട്ട് ഇറങ്ങുന്നതും. അതുകൊണ്ട് തന്നെ അതിനൊരു ഭയങ്കര ടേണിംഗ് പോയിന്റ് എനിക്ക് മ്യൂസിക്കൽ കരിയറിൽ ഉണ്ടായി. റഹ്മാന്റെ ആ ഒരു റീലോഞ്ച് എന്നൊക്കെ പറയാം. അതിനുശേഷം 26 ഗാനങ്ങൾ ഞാൻ പാടി റഹ്മാന്റെ. ഒരു മെലഡി കിങ് ആയിട്ട് അറിയപ്പെട്ടത് അദ്ദേഹത്തിന്റെ കൂട്ടുകെട്ടിലാണല്ലേ? അപ്പോ റഹ്മാൻ മാക്സിമം എന്റെ വോയിസ് യൂട്ടിലൈസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നോ AR റഹ്മാൻ സാറിന്റെ അടുത്ത് എന്തേ എന്നെ സെലക്ട് ചെയ്യാന്ന്? ഒരു ആൽബം ചെയ്തിരുന്നു അവിടെ. റഹ്മാന്റെ ഒരു കൊച്ചു സ്റ്റുഡിയോ, ഈ സ്റ്റുഡിയോന്റെ പകുതിയുള്ള ഒരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. ആ സ്റ്റുഡിയോയില് ഔസേപ്പച്ചൻ ഒരു ആൽബം ചെയ്തു. അത് ഞാനും സുജാതയാണ് പാടിയത്. സംഗീത സംഗമം എന്നായിരുന്നു ആ ആൽബത്തിന്റെ പേര്. അതിന്റെ പ്രോഗ്രാമിംഗ് ചെയ്തത് റഹ്മാനായിരുന്നു. ആ പ്രോഗ്രാമിംഗ് ഒരു അന്ന് വരെ വന്ന എല്ലാ ബാക്ക്ഗ്രൗണ്ടിനെക്കാട്ടിലും ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു. ടെക്നോ മ്യൂസിക് ആയിരുന്നു അത്. ടെക്നോ മ്യൂസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈവ് ഇൻസ്ട്രുമെന്റ്സ് ഒന്നും ഇല്ലാണ്ടാണ് അത് ചെയ്തതെന്ന് എന്റെ ഓർമ്മ. ടെക്നോളജി ബ്ലെൻഡ് ചെയ്തിട്ട് മ്യൂസിക്. അതുവരെ കാണാത്ത ഒരു സംഭവമായിരുന്നു അത്. സൗണ്ടിങ് വാസ് എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം വാട്ട് യു ഹേർഡ് ഓൾ ദോസ് ഇയേഴ്സ്. അത് പാടുന്ന സമയത്ത് റഹ്മാൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് കേട്ടിട്ടാണ് പുള്ളി റോജയിലേക്ക് എന്നെയും സുജാതേനെയൊക്കെ സെലക്ട് ചെയ്തത്. ഈ 2 വോയിസസ് ആയിരിക്കും ആ ഒരു പർട്ടിക്കുലർ സീനിന് ഏറ്റവും സൂട്ട് ആവുക എന്ന് പുള്ളി തീരുമാനിച്ചിട്ട് ഒരു 3-4 വർഷങ്ങൾക്ക് ശേഷമാണ് എന്നോട് പറഞ്ഞത്. ഞാൻ ചോദിച്ചിരുന്നു ഇതേ ചോദ്യം. അപ്പോഴാണ് പുള്ളി പറഞ്ഞ ഇങ്ങനെ ഇതിൽ കേട്ടപ്പോൾ എനിക്ക് തോന്നി ആ ഒരു പർട്ടിക്കുലർ സീനിന് നിങ്ങളുടെ വോയിസ് ആയിരിക്കും ജെല്ല് ചെയ്യാന്നുള്ളത്. ഒരു ഇൻസ്റ്റന്റ് ഹിറ്റ് ആയിരുന്നല്ലോ ആ പാട്ട്. അല്ല, ഇൻസ്റ്റന്റ് ഹിറ്റ് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോഴും എവർഗ്രീൻ സോങ്സിൽ 25 ഇയേഴ്സ് കഴിഞ്ഞിട്ടും ഇപ്പോഴും ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു പ്രത്യേക മൂഡാണ് ആ പാട്ട്. കേക്കട്ടെ. പെൺ ഇല്ലാതെ ഊരിലെ അടിയാൻ പൂ കേட்பதில்லை, பெண் இல்லாத ஊரிலே கொடிதான் பூ பூத்ததில்லை, உன் புடவை முந்தானை சாய்ந்ததில் இந்த பூமி பூ பூத்தது, மலர் மஞ்சம் சேராத பெண்ணிല എന്തൻ മാർബോട് വന്നാടുതോ. അടിപൊളി. റോജയിലെ ഈ പെർട്ടിക്കുലർ പാട്ടിന് മുൻപുള്ള ഉണ്ണിമേനനും ശേഷമുള്ള ഉണ്ണിമേനനും എന്ന് പറഞ്ഞാൽ എങ്ങനെ ഡിഫൈൻ ചെയ്യും അത് എനിക്കറിയില്ല. ഈ ഷോ ഒന്നും പോരാ. അത് എനിക്ക് ഡിഫൈൻ ചെയ്യാൻ അറിയില്ല. ഒരുപാട് പാട്ടുകളും ഒരുപാട് അപ്രിസിയേഷനും അങ്ങനെ വന്നിരുന്നോ മാല പോലെ? ഒരുപാട്. കാരണം നമുക്ക് കൂടുതൽ മൈലേജ് കിട്ടിയ ആ പാട്ട്. ഇപ്പൊ മലയാളം പാട്ടുകൾക്കുള്ള ലിമിറ്റേഷൻ ഉണ്ടല്ലോ, അത് മറികടന്ന് തമിഴിന്റെ പരിധികൾ വളരെ ഹൈറ്റിലായിരുന്നു. ഉണ്ണിമേനൻ എന്ന ഗായകനെ റീലോഞ്ച് ചെയ്ത പാട്ടാണോ? തീർച്ചയായിട്ടും. അതിനുശേഷം ഇഷ്ടം പോലെ മ്യൂസിക് ഡയറക്ടേഴ്സ് പിന്നാലെ നടന്നു. ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ പാടി. ഞാൻ വിദ്യാസാറിന്റെ പാടി, ദേവാസാറിന്റെ പാടി, മനീഷ് ശർമ്മയുടെ പാടി, SA രാജ്കുമാർ, ശിർപ്പി, ഹാരിസ് ജയരാജ്, ഒരുപാട് സംഗീത സംവിധായകർ. ഒരു സ്റ്റുഡിയോയിൽ നിന്ന് മറ്റൊരു സ്റ്റുഡിയോയിലേക്ക് ഓട്ടമാണോ പറക്കുമായിരുന്നോ? അല്ല, അങ്ങനെയൊന്നും അത്ര ഒരു ബിസി സിംഗർ ആയിരുന്നില്ല ഞാൻ ഒരിക്കലും. പക്ഷെ സെലക്ടഡ് സോങ്സിന് എന്നെ വിളിച്ചിരുന്നു. പക്ഷെ പാടിയാ ഹിറ്റാവും എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു വിശ്വാസം ഒന്നും വെച്ച് പാടുന്നല്ല. നമുക്ക് കിട്ടുന്ന പാട്ട് നമ്മളെ കൊണ്ടാവുന്ന വിധത്തിൽ നന്നായി പാടുക എന്ന് മാത്രം. അത് ഞാൻ സമ്മതിച്ചു. പുറത്ത് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നോ? അങ്ങനെ ഉണ്ടാവാം, അറിയില്ല. സത്യം പറയണില്ല കേട്ടോ. ഉണ്ണിമേനൻ പാടിക്കഴിഞ്ഞ ഈ പാട്ട് ഹിറ്റാവും എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നോ? അതൊന്നും ഞാൻ വിചാരിക്കാൻ പാടില്ല. ഞാൻ എനിക്ക് കിട്ടുന്ന പാട്ട് എന്നെ കൊണ്ട് എന്റെ ലിമിറ്റേഷൻ വെച്ചിട്ട് നന്നായിട്ട് ചെയ്യാന്ന് മാത്രമേ ഞാൻ ചിന്തിക്കാറുള്ളൂ. അപ്പൊ ചുരുക്കത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ആ പറഞ്ഞതിന്റെ ഒരു രത്ന ചുരുക്കം. വെൽക്കം ബാക്ക് ടു സ്റ്റാർ ജാം. ശാലിനിയാണ്. ഞാനിവിടെ ചോദ്യങ്ങളായിട്ടിരിക്കുന്ന പോലെ തന്നെ ഉത്തരം പറയാൻ റെഡി ആയിട്ട് ഗസ്റ്റ് അപ്പുറത്തന്നെ ഉണ്ട് കേട്ടോ. പേര് ഉണ്ണിമേനൻ. So here comes your next round. Star Jam, fill in the blanks. Fill in the blanks. Okay, question number 1. അഭിനയിക്കാൻ വിളിക്കുമ്പോൾ ഡാഷ് റോളുകൾക്ക് എന്നെ വിളിക്കരുത്. റൊമാൻറ്റിക് പറ്റൂല. ഐ ഡോണ്ട് തിങ്ക് ഇനിയൊന്നും പറ്റില്ല. മേ ബി യങ്സ്റ്റർ ആവുമ്പോ പറ്റുമായിരുന്നു. അന്നാരും വിളിച്ചതുമില്ല. അന്ന് വിളിച്ചില്ല. ഡാഷ് എനിക്ക് പറ്റാത്ത പണിയാണ്. ഫിലിം ഡയറക്ഷൻ. എപ്പോഴെങ്കിലും മനസ്സിന്റെ ഉള്ളിൽ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഒന്ന് ചെയ്തു നോക്കിയാലോ? ഇല്ല, ഒരിക്കലും ഇല്ല. എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ ഡാഷ് ചെയ്താൽ മതി. സമയത്തിന് വരാണ്ടിരുന്നാ മതി. ഞാൻ കേട്ടു അത്. ആരപ്പോ കുറച്ച് മുന്നേ അടുത്ത് പറഞ്ഞത്? അതുകൊണ്ട് മാത്രം മതി.
ഭയങ്കര പങ്ക്ച്വൽ അല്ലേ? യെസ്. ഈ ഫിലിം ഫീൽഡിൽ പൊതുവെ ഒത്തിരി കുറവാണെന്ന് തോന്നിയിട്ടുണ്ടോ? പൊതുവേ അല്ല, ഇല്ല തന്നെ പറയാം. എനിക്ക് മാത്രമേ ഉള്ളൂ. എനിക്ക് മാത്രമല്ല, പ്രൊഫഷണൽസ് ഇപ്പൊ നോക്കിക്കഴിഞ്ഞപ്പോ മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി പ്രൊഫഷണൽ ആണ്. ഈ കംസ് ഓൺ ടൈം. 5 മണി രാവിലെ എന്ന് പറഞ്ഞാൽ 4:45 എത്തും അദ്ദേഹം. ഉണ്ണിച്ചേട്ടനും അങ്ങനെ തന്നെയാ? ഞാൻ അങ്ങനെയാണ്. ഞാൻ റെക്കോർഡിങ്സിനൊക്കെ എന്നോട് 8 മണി എന്ന് പറഞ്ഞാൽ ഞാൻ 7 മണിക്ക് എത്തും. പക്ഷെ അവിടെ ആരും ഉണ്ടാവില്ല. അവിടെ ആരും ഉണ്ടാവില്ല. അപ്പോ അങ്ങനെ അപ്പൊ വൈകി വരുന്നവരെ ദേഷ്യപ്പെടുവോ, ചീത്ത വിളിക്കോ? ദേഷ്യപ്പെട്ടിട്ടുണ്ട്. മ്യൂസിക് ഡയറക്ടറെ തെറി വിളിച്ചിട്ടുണ്ട് ഞാൻ. ശരിക്കും എനിക്ക് അങ്ങനെ വിചാരിക്കാൻ പോലും പറ്റണില്ല. സത്യമായിട്ടും അങ്ങനെ ചീത്ത കേട്ട ഒരാള് പറഞ്ഞ് ഇനി കാണുമ്പോ കൈ കൊടുക്കാനാ? തമിഴിലാ മലയാളത്തിലാ? മലയാളത്തില്. എനിക്കറിയോ? എല്ലാവർക്കും അറിയാം. പറയില്ല. എന്നെ തീരെ വിശ്വാസമല്ലേ? ശരി. സോഷ്യൽ മീഡിയയിൽ അബ്യൂസീവ് ലാംഗ്വേജ് ഉപയോഗിക്കുന്നവരെ ഡാഷ് എന്ത് വേണേലും ഫിൽ ചെയ്യാം. അവരോട് പറഞ്ഞ് മനസ്സിലാക്കി അവരെ അന്ന് തിരുത്തുകയാണ് വേണ്ടത്. അല്ലാണ്ട് അവരെയും നമ്മൾ തിരിച്ച് അബ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളും അവരും തമ്മിൽ വ്യത്യാസമില്ലല്ലോ. വാലിഡ് പോയിന്റ്. അടുത്ത ക്വസ്റ്റ്യൻ. എന്റെ സ്വന്തം ജീവിതത്തിൽ അനുഭവങ്ങളിൽ നിന്ന് ഞാൻ പഠിച്ച പാഠം ഡാഷ് ആണ്. ഒരിക്കലും നമ്മൾ ലോൺ എടുക്കാതിരിക്കുക. ലോൺ കൊടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മൾ അയാളായിട്ട് തെറ്റേണ്ടി വരും. കടം കൊടുക്കുക, വാങ്ങുക. അതെ, എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഒരുപാട് പൈസ നഷ്ടപ്പെട്ട ആളാണ് ഞാൻ. അപ്പൊ കേസ് കൊടുക്കാനൊന്നും ആരും ഉപദേശിച്ചൊന്നുമില്ല? കേസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആരാ എന്റെ പിന്നാലെ നടക്കുക? എനിക്ക് നടക്കാൻ സമയമില്ല. ഞാൻ തന്നെ നടക്കണല്ലോ അല്ലെ? എനിക്ക് ഇവിടെ നിന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്റെ ഇതുവരെ നടക്കാത്ത ഒരു ആഗ്രഹം ഡാഷ് ആണ്. കർണാട്ടിക് കോൺസെർട്ട്. എന്റെ ശബ്ദം ഡാഷ് ആണ്. കൊള്ളാവുന്ന ശബ്ദമാണ്. അതല്ലാതെ റൊമാൻറ്റിക് ആണെന്നോ ഒന്നും പറയാൻ തോന്നിയില്ല? റൊമാൻറ്റിക് ആണോ എന്നുള്ളത് കേൾക്കുന്നവരല്ലേ പറയാൻ പറ്റുള്ളൂ. സ്വയം തോന്നില്ലേ? ഞാൻ പറയാറില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഡാഷ് ആണ്. ഞാൻ ഗായകനാണ്. അയ്യോ, അങ്ങനെ പറയാലോ അല്ലേ? അത് ഞാൻ ഓർത്തില്ല. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഐ ലൈക്ക് അബൌട്ട് മൈസെൽഫ് ഇസ് ഡാഷ്. മൈ ഡിസിപ്ലിൻ. വാട്ട് ഐ ഡു നോട്ട് ലൈക്ക് അബൌട്ട് മൈസെൽഫ് ഇസ് losing the temper when somebody comes late. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഐ ലൈക്ക് അബൌട്ട് ശാലിനി ഇസ് ഡാഷ്. Shalini is very vibrant. വാട്ട് ഐ ഡു നോട്ട് ലൈക്ക് അബൌട്ട് ശാലിനി ഇസ് ഡാഷ്. She asks unnecessary questions. നിർത്തി ചോദ്യം ചോദിക്കാൻ ഞാൻ നിർത്തി. പാട്ട് പറഞ്ഞ വെച്ചേരാ. എനിക്ക് നഷ്ടപ്പെട്ട ഒരു പാട്ട് മലരേ മൗനമോ. നഷ്ടപ്പെട്ടു? അതെ, എന്നെ പാട്ടെല്ലാം പഠിപ്പിച്ച അന്ന് മീഡിയ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ സ്റ്റുഡിയോയിൽ ഞാൻ വെയിറ്റ് ചെയ്ത് കുറേ നേരം. അന്ന് ജാനകിയമ്മ പാടി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഞാൻ പാടാൻ വേണ്ടി റെഡിയാക്കി. പക്ഷേ സ്റ്റുഡിയോ ആ സമയത്ത് ഫ്രീ ആയില്ല. വിദ്യാസാറും ഞാൻ ഇങ്ങനെ കുറെ നേരം വെയിറ്റ് ചെയ്തു. ശരത്തിന്റെ റെക്കോർഡിംഗ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ കുറെ നേരം വെയിറ്റ് ചെയ്ത് 11:30, 12 ആയി. അപ്പോൾ വിദ്യാസാർ പറഞ്ഞു ഇനി നമുക്ക് ഇന്ന് എടുക്കണ്ട, നമുക്ക് നാളെ എടുക്കാം. പിന്നെ ഞാൻ കേൾക്കുന്നത് ബാലുസാർ പാടിയെന്ന്. അയ്യോ. അങ്ങനെ കുറെ പാട്ടുകളുണ്ട് കേട്ടോ. അതായത് റഹ്മാന്റെ ഞാൻ ലൂസ് ചെയ്ത പാട്ടുകൾ പറഞ്ഞുതരാം. പച്ചൈ നിറമേ പച്ച നിറമേ എന്നുള്ള പാട്ട് ഞാൻ ലൂസ് ചെയ്ത പാട്ടാണ്. ദാണ്ടിയ എന്നുള്ള പാട്ടിന്റെ തമിഴും തെലുങ്കും ഞാൻ പാടി. ഹിന്ദി പാടാൻ എന്നോട് പറഞ്ഞെങ്കിലും കൂടിയിട്ട് ഞാൻ ആ സമയത്ത് US-ലായി പോയി. അങ്ങനെ ഉദിത് നാരായണൻ പാടി. ഓവർസീസ് ടൂറിലായിരുന്നു ആ സമയത്ത്. അത് കാരണം എനിക്ക് പാടാൻ പറ്റില്ല അത്. പിന്നെ വേറൊരു പാട്ട്, വെരി ഇമ്പോർട്ടൻറ്റ് സോങ്. സന്തന തെன்றலை ജന്നൽകൾ ദണ്ഡിത്തൽ ന്യായമാ ന്യായമാ. ഇതെനിക്ക് ഉറപ്പിച്ച പാട്ടായിരുന്നു. ഐ ലോസ്റ്റ് ഇറ്റ് ആൻഡ് ശങ്കർ മഹാദേവൻ ഗോട്ട് ദി നാഷണൽ അവാർഡ് ഫോർ ദിറ്റ് സോങ്. പോരാളെ പൊന്നത്തായി ഞാനും സുജാതയും പാടി. അത് ഹാപ്പി വേർഷൻ. സ്വർണലത സാങ് ദി പാത്തോസ് വേർഷൻ. ഷീ ഗോട്ട് ദി നാഷണൽ അവാർഡ് ഫോർ ദാറ്റ്. വിജയ് സേതുപതിയുടെ ഫസ്റ്റ് പിക്ചർ തെന്മേർക്ക് പരുവക്കാറ്റ്. അതിന്റെ ക്ലൈമാക്സിൽ വരുന്നൊരു സോങ് ഉണ്ട്, കള്ളിക്കാട്ടിൽ പിറന്ന തായ്. വൈരമുത്തു ആണ് അത് എഴുതിയത്. വൈരമുത്തു ഗോട്ട് ദി നാഷണൽ അവാർഡ്. ശരണ്യ, ആ സീനിൽ അഭിനയിച്ച ശരണ്യ ഗോട്ട് ദി നാഷണൽ അവാർഡ്. ശരണ്യ പൊന്മടൻ. യെസ്. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ കേൾക്കാൻ പോകുന്നത് ഇദ്ദേഹത്തിന് നഷ്ടപ്പെട്ട പാട്ടല്ല, ഇദ്ദേഹം പാടിയ പാട്ട്. ദേ പിടിച്ചോളൂ. ഓൺലി ഓൺ ക്ലബ് FM സ്റ്റാർ ജാം. ഇവിടെ മാത്രം ടൺ കണക്കിന് ഫൺ. ഇന്ന് ശാലിനിയുടെ കൂടെ സ്റ്റാർ ജാമിൽ ഉണ്ണിമേനൻ. അടുത്ത റൗണ്ടിലേക്ക് കിടക്കാടെ. യെസ്. ഒരുപാട് സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജസിൽ പാടിയിട്ടുണ്ട് അല്ലെ? തമിഴിലും മലയാളത്തിലും ഒരേപോലെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള പാട്ടുകൾ പാടിയിട്ടുമുണ്ട്. പക്ഷെ അംഗീകാരങ്ങൾ നോക്കുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് മാത്രമാണ് 2 സ്റ്റേറ്റ് അവാർഡ് കിട്ടുകയും കൂടി ചെയ്തത്. മലയാളത്തില് ഒരു ചെമ്പനീർ പൂ പോലും തന്നില്ല എന്നൊരു പരാതി ഉണ്ടോ? മനസ്സിൽ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് എനിക്ക് തോന്നി ഞാൻ ഇപ്പോഴും ഡിസേർവിംഗ് ആയിട്ടില്ല. മേ ബി ഇനിയും ഡിസേർവിംഗ് ആയിട്ടുള്ള പാട്ടുകൾ പാടിയാലേ ഇനി കിട്ടുള്ളൂ. പരാതിയില്ല എനിക്ക്. മനസ്സിലൊരു ചെറിയൊരു ദുഃഖം തോന്നി അന്ന് കിട്ടാത്തപ്പോ. എക്സ്പെക്ട് ചെയ്ത പാട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ അതിന് കിട്ടും എന്ന് പറഞ്ഞിട്ട്? നോട്ട് റിയലി. കാരണം നമുക്ക് ഡിസേർവിംഗ് ആണെങ്കിൽ നമ്മളെ അത് അന്വേഷിച്ച് വരും. മറ്റത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടൊക്കെ. ഇപ്പൊ എന്നെ ഒരു ചെമ്പനീർ വന്നപ്പോഴും മഴനീർ തുള്ളികൾ വന്നപ്പോഴും തിരുവാവണി വന്നപ്പോഴും ഒക്കെ എന്നോട് പല ഫ്രണ്ട്സും പറഞ്ഞു നമുക്ക് മന്ത്രിമാരെ ഇൻഫ്ലുവൻസ് ചെയ്യണം, നമുക്ക് എങ്ങനെയെങ്കിലും അവാർഡ് വാങ്ങണം. അങ്ങനെ നമുക്ക് അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ഈ അവാർഡ് നമുക്ക് ഡെയിലി നമുക്ക് വീട്ടിൽ കാണേണ്ടതല്ലേ. അപ്പൊ കുറ്റബോധം തോന്നും നമുക്ക്. അത് വേണ്ട. നമുക്ക് ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു പാട്ടിന് എപ്പോ കിട്ടുന്നോ അപ്പൊ കിട്ടിയാൽ മതി. കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പ്രതീക്ഷ ഉണ്ടാവില്ല അപ്പൊ ഒരു വർഷം? അല്ല, പ്രതീക്ഷ കൊണ്ട് നടക്കാറില്ല ഞാൻ. കാരണം പ്രതീക്ഷ വന്നു കഴിഞ്ഞാൽ ഡിസപ്പോയിന്റ്മെന്റ് വരും. എന്തിനാ ഡിസപ്പോയിന്റ്മെന്റ്? അത് വേണ്ട. 37 വർഷം
വർഷം എന്ന് പറയുന്നത് ചെറിയൊരു കാലയളവല്ല അല്ലെ. അതെ. ഞാൻ പോലും ഉണ്ണിച്ചേട്ടനോട് ഒരു പാട്ട് പറയുമ്പോൾ പഴയ പാട്ടുകളാണ് പറയുന്നത്, അതിൽ ലിറിക്സ് നന്നായിട്ട് ഓർത്ത് വെക്കുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ പാട്ടുകളിൽ ഈ ലിറിക്സ് ഓർത്ത് വെക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉള്ളത് എന്തുകൊണ്ടാണോ തോന്നിയിട്ടുള്ളത്? അത് ഡയറക്ടേഴ്സ് ഇനിഷ്യേറ്റീവ് എടുക്കാത്തതുകൊണ്ടായിരിക്കും. ഒരുപക്ഷെ ഓരോ ഡയറക്ടേഴ്സും അവരുടെ സിനിമയിലെ പാട്ടുകൾ എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ആൾക്കാർ പാടിക്കൊണ്ട് നടക്കണം, അല്ലെങ്കിൽ അത് ഓർക്കണം എന്നുള്ള ചിന്തയോട് കൂടിയിട്ട് ഒരു പാട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു പാട്ട് ഓർമ്മിക്കപ്പെടും. ഇപ്പൊ ഞാൻ 2003 ചെയ്ത പാട്ടല്ലേ ഒരു ചെമ്പനീർ, ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇപ്പോഴും സ്റ്റേജിൽ അത് ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അതിന്റെ വരികൾ അത്രയും ഇമ്പോർട്ടന്റ് ആണ്, ജനങ്ങൾക്ക് സ്വാധീനിച്ചിട്ടുണ്ട് വരികൾ. പാട്ട് പാടാനായിട്ട് വിളിക്കുമ്പോൾ പാട്ട് ഇഷ്ടപ്പെടാത്തോണ്ട് അതിന്റെ വരികളോ മ്യൂസിക്കോ ഒക്കെ ഇഷ്ടപ്പെടാത്തോണ്ട് റിജക്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല, നമുക്ക് അങ്ങനെ ഒരു ചോയ്സ് ഇല്ല. എന്നാലും മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചിലപ്പോൾ ലിറിക്സ് ഒക്കെ ഉണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവും. ഒന്നും ചെയ്യാൻ പറ്റില്ല, അതൊരു ഷോ ഡൗൺ ആവില്ലേ നമ്മൾ അവിടെ പോയിട്ട് നമുക്ക് പാടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ. പാട്ടിന്റെ ഫീൽഡിൽ നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു കോൺട്രവേഴ്സിയാണ് പാട്ടിന്റെ റൈറ്റ്സിനെ കുറിച്ച്. വലിയ വലിയ മ്യൂസിക് ഡയറക്ടേഴ്സും ഇപ്പൊ ഇളയരാജ സർ ഉൾപ്പെടെ പാട്ടിന്റെ റൈറ്റ്സിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ സപ്പോർട്ട് ചെയ്ത ആൾക്കാരുണ്ട്, സപ്പോർട്ട് ചെയ്യാത്തവരുണ്ട്. വാട്ട് ഈസ് യുവർ ടേക്ക്? റൈറ്റ്സ് എന്ന് പറയുന്ന സാധനം, ദ റൈറ്റ്സ് ബിലോങ് ടു ദ പ്രൊഡ്യൂസേഴ്സ്, ദ ലിറിക്സ് റൈറ്റേഴ്സ്, ദ മ്യൂസിക് ഡയറക്ടേഴ്സ്, ദ സിംഗേഴ്സ് ആൻഡ് ഓൾസോ ദ മ്യൂസിഷ്യൻസ് ഹു പ്ലേ. ഇതിൽ ഒരാൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല കോപ്പിറൈറ്റ്. ഹൗ കാൻ രാജ സർ എലോൺ ക്ലെയിം ഇറ്റ്? ഒരു റെക്കോർഡിംഗ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് സ്റ്റുഡിയോ ഫിക്സ് ചെയ്യുന്നു, സ്റ്റുഡിയോനെ പേ ചെയ്യുന്ന ആരാ? പ്രൊഡ്യൂസറാണ്. ഓൾ ദ മ്യൂസിഷ്യൻസ് ആർ ബീങ് പെയ്ഡ് ബൈ പ്രൊഡ്യൂസേഴ്സ്. ഓൾ ദ മ്യൂസിക് ഡയറക്ടർ അദ്ദേഹത്തിന്റെ റേറ്റ് വെച്ചിട്ട് വലിയൊരു റെമ്യൂണറേഷൻ ചാർജ് ചെയ്യുന്നുണ്ട്. എവറിത്തിങ് ഈസ് പെയ്ഡ് ബൈ പ്രൊഡ്യൂസർ. പിന്നെ എങ്ങനെ മ്യൂസിക് ഡയറക്ടർ മാത്രം ഇത് ക്ലെയിം ചെയ്യും? പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ്, അദ്ദേഹത്തിന്റെ ഒരു പാട്ട് ഒരു ഗായകൻ കാശ് വാങ്ങിക്കാതെ പാടുകയാണെങ്കിൽ കുഴപ്പമില്ല, കാശ് വാങ്ങിച്ച് പാടുകയാണെങ്കിൽ അതിലൊരു വിഹിതം തനിക്കും കൂടി കിട്ടണം എന്നാണ് പറഞ്ഞത് അല്ലേ? അതന്നെ പറയണത്. അത് അദ്ദേഹത്തിന് മാത്രം അർഹതപ്പെട്ടതല്ലോ. അപ്പൊ അദ്ദേഹത്തെ പോലെ തന്നെ പലർക്കും ഈ വാദം ഉന്നയിക്കാന്നാണ് പറയണേ. തീർച്ചയായിട്ടും അവർക്ക് അതിനുള്ള അവകാശം ഉണ്ടല്ലോ. അപ്പൊ കൊടുക്കേണ്ടതാണ് തന്നെയാണ്. അല്ല, ഞാൻ പറയണത് എന്താ വെച്ചാൽ കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് മാത്രം കൊടുത്താൽ പോരാ, പ്രൊഡ്യൂസർക്ക് കൊടുക്കണം, ലിറിക്സ് റൈറ്റർക്ക് കൊടുക്കണം, മ്യൂസിക് ഡയറക്ടർ, സിംഗർ ആൻഡ് ഓൾസോ ദ മ്യൂസിഷ്യൻസ് ഹു പ്ലേ. രാജ സാർ മാത്രം എങ്ങനെ ക്ലെയിം ചെയ്യും? ക്രിയേറ്റിവിറ്റി ഓഫ് കോഴ്സ് ഈസ് ഡൺ ദ കമ്പോസിഷൻ. പക്ഷേ ഒരു ക്രിയേറ്റിവിറ്റി ഇപ്പൊ ഇളയുന്നില്ല എന്നുള്ള പാട്ട് ചെയ്തു, ആ വെറുതെ ഒരു ട്യൂൺ പോയി കഴിഞ്ഞാൽ അത് ഹിറ്റ് ആവോ? വൈ ഇസ് ഇറ്റ് എ ഹിറ്റ്? ഇറ്റ്സ് ഗോട്ട് എ ബ്യൂട്ടിഫുൾ കുപ്പായം അല്ലേ? ആ ലിറിക്സിന് പറ്റിയ ഒരു കുപ്പായം ഇടിച്ചു, അത്രേ ഉള്ളൂ. അപ്പൊ ഇദ്ദേഹം ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കിയപ്പോ ഇതിന്റെ പേരിൽ, റൈറ്റ്സിന്റെ പേരിൽ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കിയതിന് ശേഷം അദ്ദേഹത്തിന്റെ പാട്ടുകൾ പാടാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ടോ സ്റ്റേജ് ഷോസിൽ? ഇല്ല, ഞാൻ പാടാറുണ്ട് ഇപ്പോഴും. അപ്പൊ ഇതുവരെ വക്കീൽ നോട്ടീസ് കിട്ടിയില്ല? ഇല്ല, കിട്ടിയാലപ്പോ നോക്കാലോ. അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞപ്പോ ആദ്യം മനസ്സിൽ വന്ന് പാട്ട് പറയൂ. മന്ത്രം വந்த தென்றலுக்கு மஞ்சம் வர நெஞ்சமில்லையோ അൻപേ നൻപേ. നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം ഉണ്ണിമേനൻ. ഉണ്ണിമേനൻ എന്നുള്ള ഗായകന്റെ കുപ്പായം ഊരി വെച്ചിട്ടാണ് 2003 ഉണ്ണിമേനൻ ഒരു നടനായിട്ട് മലയാള സിനിമയിൽ രംഗപ്രവേശം ചെയ്തത്. എന്നാലും അങ്ങനെ ചെയ്തില്ലേ? ചെയ്തു, ചെയ്യേണ്ടി വന്നു. എന്തായിരുന്നു അതിനുള്ള ഒരു പ്രചോദനം? എന്നെ അഭിനയിക്കാൻ വിളിച്ചതാണ് ആദ്യം. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് ക്യാമറയുടെ മുമ്പിൽ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അഭിനയം വരില്ല, അതൊക്കെ ഭയങ്കര സിദ്ധി വേണം അതിന്, അതുകൊണ്ട് എന്നെ വേണ്ട, എന്നെ കൺസിഡർ ചെയ്യണ്ടെന്ന് പറഞ്ഞു. അല്ല, ഉണ്ണിനെ മനസ്സിൽ കണ്ടിട്ട് ചെയ്ത ഒരു സാധനമാണ്, അതിൽ അഭിനയിക്കൊന്നും വേണ്ട, വളരെ സ്വാഭാവികമായ പെരുമാറ്റങ്ങളെ ആവശ്യമുള്ളൂ, ബിഹേവ് ചെയ്താൽ മതി. അതെ. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് പറ്റില്ലെന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ 3-4 പ്രാവശ്യം കമ്പൽ ചെയ്ത് അവസാനം എന്നോട് ഒരു ഹുക്ക് കിട്ടുക എന്താ വെച്ചാൽ, ശരി ഇതിൽ ഒരു 2-3 പാട്ടുകൾ കമ്പോസ് ചെയ്ത് പാടാൻ പറ്റുമോ ചോദിച്ചു. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഒരു ഉണർവ് വന്നു, എന്തുകൊണ്ടത് ചെയ്തുകൂടാ, ഒരു ചാലഞ്ച് എടുക്കാം. അപ്പൊ ആദ്യമായിട്ട് കമ്പോസ് ചെയ്യായിരുന്നോ? ഡിവോഷണലൊക്കെ ചെയ്തിട്ടുണ്ട്, ഇതിന് ഫിലിമിന് ആദ്യമായിട്ട് ചെയ്ത്. അപ്പൊ അന്ന് അത് ചെയ്തു. ഒരേ ലിറിക്സിന് 3 ട്യൂൺ കൊടുത്തു ഞാൻ, ഒരു ചെമ്പനീർ. അതിൽ ഇതാണ് എനിക്കും ഇഷ്ടപ്പെട്ടത്, അവർക്കും അതന്നെ ഇഷ്ടപ്പെട്ടത്. അങ്ങനെയാണ് അത് വന്നത്. എന്നിട്ട് ഈ പെരുമാറാൻ പറഞ്ഞ അഭിനയത്തിന്റെ കാര്യം, അത് പാട്ട് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞപ്പോ പിന്നെ അവര് പറഞ്ഞു, ഇപ്പൊ എന്ത് പറയണു, ഇപ്പൊ നമുക്ക് അഭിനയിച്ചൂടെ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു, ശരി എന്നാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ആഗ്രഹം മനസ്സിലുണ്ടായിട്ടില്ല. യെസ്. എന്നിട്ട് എന്ത് തോന്നി അഭിനയിച്ചു കഴിഞ്ഞപ്പോ? വളരെ ബോറായിരുന്നു തോന്നി. ഇങ്ങനെയൊക്കെ പറയാമോ? അങ്ങനെ ആരെങ്കിലും പറഞ്ഞോ? അല്ല, എനിക്കിങ്ങനെ തോന്നി, എനിക്ക് പോരാ, കുറെ പഠിക്കാനുണ്ട്. ഏത് എളുപ്പം, പാടാനാണോ അഭിനയിക്കാനാണോ? പാടാനാണോ പാട്ട് കമ്പോസ് ചെയ്യാനാണോ? കമ്പോസിങ് ഇസ് എ ഡിഫറെന്റ് ജോബ്. കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാട്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു കലയാണ്. അതിനെ നമ്മൾ കുറെ ടൈം ഡെഡിക്കേറ്റ് ചെയ്യണം. ഒരാളുടെ പാട്ട് നമുക്ക് ട്യൂണ് പഠിക്കാം, പാടാം. പക്ഷെ കമ്പോസിഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാട്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ആർട്ടാണ്. ഉണ്ടാക്കിയ ആളല്ലേ, പിന്നെന്താ ഇനി അത് കണ്ടിന്യൂ ചെയ്താ? ഇപ്പൊ ഒരു പടം ചെയ്തിട്ട് 2 പാട്ട് റെക്കോർഡിംഗ് കഴിഞ്ഞു. ഏത്? അതിന്റെ ഇപ്പോഴത്തെ പേര് ലവ് ലെറ്റർ എന്നാണ്. ലൈക്ലി ടു ബി ചേഞ്ച്ഡ്. വരുന്നേ ഉള്ളൂ. അതെ, മലയാളത്തിൽ തന്നെയാണ്. മലയാളത്തിൽ. വേറെ ഭാഷകളൊന്നും കൈവച്ച് നോക്കിയിട്ടില്ല? ഇപ്പൊ ചെയ്തിട്ടില്ല. ഐ എം മോസ്റ്റ്ലി ഇൻ കോൺസേർട്സ്, ലൈവ് കോൺസേർട്സിന് ധാരാളം പോകുന്നതുകൊണ്ട് അതിന് സമയം കുറച്ച് ഡെഡിക്കേറ്റ് ചെയ്യണം. ഇപ്പൊ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഷോസ് നടത്തുന്നതിലാണ്. ഷോസിന് ധാരാളം ഡിമാൻഡ് ഉണ്ട്, ഒരുപാട് ഷോസ്, ലൈവ് ഷോസിന്. സിനിമകളിൽ പാടുന്നവരെ നിർത്തി ഞാൻ നിർത്തിയതല്ല, പ്രൊഡ്യൂസേഴ്സ് നിർത്തിയത്. മ്യൂസിക് ഡയറക്ടേഴ്സ് നിർത്തിയതാണ്, ഞാൻ നിർത്തിയിട്ടില്ല. എന്നെ ആര് വിളിച്ചാലും ഞാൻ പോയി പാടും. ഇപ്പൊ ഞാൻ 3-5 നല്ല പാട്ടുകൾ പാടിയിരുന്നു മലയാളത്തിൽ. ഒന്ന് പട്ടം എന്നാണ് സിനിമയുടെ പേര്, നല്ല
നല്ല പാട്ടാണ്. പിന്നെ ഒന്ന് ഓർമ്മപ്പൂക്കൾ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. പിന്നെ അത് കൂടാതെ ഒരു 3 സിനിമകളുണ്ട്. ഇതിലൊക്കെ നല്ല പാട്ടുകളാണ്, എല്ലാം സോളോസ് ആണ്. ഇറങ്ങിക്കഴിഞ്ഞാൽ ഷുവറായിട്ട് ശ്രദ്ധിക്കപ്പെടുന്ന പാട്ടുകളാണ്. യങ്സ്റ്റേഴ്സ് ആണ് മ്യൂസിക് ഡയറക്ടേഴ്സ്. പുതിയ മ്യൂസിക് ഡയറക്ടേഴ്സ് അവർ ഈ ഭാവത്തിലൊന്നും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട്. മ്യൂസിക് ഡയറക്ടേഴ്സ് പല വിധമല്ലേ. ഇപ്പോ പല മ്യൂസിക് ഡയറക്ടേഴ്സ് പറയുന്ന ഫീൽ എന്ന് പറയുന്ന സാധനം, ഇപ്പൊ ഇത്രയും കാലം ഞങ്ങൾ പാടിയതൊന്നും ഫീൽ അല്ലേ, അതൊരു ചോദ്യമുണ്ട്. ഇപ്പൊ ദാസേട്ടനും ജയേട്ടനും ജാനകിയമ്മയും സുശീലാമ്മ ഇത്രയും കാലം പാടിയിരുന്ന അപ്പൊ അവർ പറയുന്നത് ഫീൽ വേണം എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഫീൽ എന്ന് ഇവർ ഉദ്ദേശിക്കുന്നത് ഹസ്കി ആയിട്ടുള്ള ശബ്ദമാണോ? എനിക്കത് ഒരിക്കലും മനസ്സിലാവുന്നത്. നാളെ ഒരു മ്യൂസിക് ഡയറക്ടറായിട്ട് ഞാൻ ഭയങ്കര വഴക്കായി. ഞാൻ ആ പാട്ട് നന്നായി പാടി എന്റെ തൃപ്തിയായിട്ട് ഞാൻ അത് നിർത്തിയിട്ടുള്ളൂ പാടുന്നത്. അപ്പോൾ അവിടെ ഔട്ട്പുട്ട് അത് അവിടെ കേട്ടിട്ട് പറഞ്ഞു ഫീല് പോരാ സർ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഫീൽ എന്താണ് വേണ്ടത് പറഞ്ഞുതരും. എനിക്ക് മനസ്സിലാവുന്നില്ല, ഫീൽ എന്താണെന്ന് അതിന്റെ അർത്ഥം മനസ്സിലാവുന്നില്ല, അതുകൊണ്ടാന്ന് പറഞ്ഞു. അവസാനം ഞാൻ ഒരു ടേക്ക് കൂടി പാടി വെച്ചിരുന്നു. ആ ടേക്ക് അയച്ചോളൂ. സാർ ഇത് ഗംഭീരമായിട്ട് സാർ എന്ന് പറഞ്ഞു. എന്താണ് ഈ ഫീൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഭയങ്കര ഹസ്കി ആയിട്ട് പാടുക. എല്ലാ പാട്ടും ഹസ്കി ആയിട്ട് പാടി എന്തിനു കൊള്ളും? അപ്പൊ ആ രണ്ടാമത്തെ പാട്ട് അങ്ങനെ ഹസ്കിയായിട്ട് പാടി കൊടുത്തോ? ഒന്നുമില്ല, അതേ മറ്റേ പാട്ടിന്റെ വേറൊരു വേർഷൻ അത്രേ ഉള്ളൂ. നമ്മള് വേറൊരു ടേക്ക് കൂടി കൊടുത്തപ്പോ സമാധാനമായി. പാട്ടിന്റെ കാര്യം എവിടെ നിൽക്കട്ടെ, നേരത്തെ പറഞ്ഞ അഭിനയത്തിന്റെ കാര്യം കൈകൂടി നോക്കണ്ടോ? ഇല്ല, ഇല്ല, ഞാനായിട്ട് നോക്കുന്നില്ല. വിളിച്ചാലോ? ഇനി ആർക്കും ധൈര്യം ഉണ്ടെങ്കിൽ വരട്ടെ. വിളിച്ചാ വരുമോ?